കംപ്ലൈന്റ് ആളെ പറ്റി പറയാല്ല. എത്ര നല്ലൊരു മനുഷ്യനാണ്. കാതിനോട് പറഞ്ഞു, ഞാൻ മാസം കണ്ടുകണ്, കാത് എന്താ നോക്കണ്ടേ? ഇയാള് തലമറച്ച ആളാണോ? തലമറച്ച ആളല്ല. എന്നാ പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്താ നമ്മളെ കിതാബിൽ അങ്ങനെയുള്ളത്? നിങ്ങൾ എന്താ പറഞ്ഞ അങ്ങനെ ദീനുള്ളത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ തലമറക്കാൻ വലിയൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഈ ഉൽപ്പതിഷ്ടുക്കളായ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ടീമിന്റെ ആൾക്കാർ, അവര് എന്ന് ഒരു വാശിയിലാണ്. തുണി കുപ്പാക്കെട്ടാലും ശരി, ഈ തല ഉണ്ടെങ്കിൽ അത് നിലത്തിട്ട് കാട്ട് തല തുറന്നിട്ട് ആസ്കരിച്ച്, അങ്ങനെയാണല്ലോ. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു വലിയ ഐഡന്റിറ്റിയാണോ തലമറക്കൽ. ആകെ ആൾക്കാർ ഞങ്ങൾ തലമറക്കാൻ തബല് പറയാൻ മറന്നുപോയത് വല്ലാത്തൊരു പണിയാണ് മൂപ്പര് ചെയ്ത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഞങ്ങൾ ഇത് പറയാൻ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇനി നാളെ മുതൽ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു തലമറക്കൽ പരിപാടി. നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഇസ്ലാം, വിശുദ്ധ ഇസ്ലാമിനെതിരെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞോക്കട്ടെ, അവിടെ ഇസ്ലാമിന്റെ ഒരു ആശയത്തിനെതിരെ, ആദർശത്തിനെതിരെ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആൾക്കാരൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റ് ജീവൻ വേണോ ജീവനിതാ, രക്തം വേണോ രക്തമില്ല, ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കും. അത്ര നല്ല ആൾക്കാരാണ്. എന്നാൽ ആ ഇസ്ലാം പറയണം, ആ ഇസ്ലാം അപ്പി പറയുന്നത് ഇതാ നമ്മുടെ ശരിയായ ഐഡന്റിറ്റി തലമറക്കലാണ്. അപ്പൊ നമുക്കത് അറിയാത്തത് കൊണ്ടാണ്. അല്ലാതെ നമുക്ക് അതിന് വാശിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മുസ്ലിമീങ്ങളെ പുരോഗമനമാണ്. അപ്പൊ ആ തലമറക്കൽ മുസ്ലിമിന്റെ അടയാളാണ്. അപ്പൊ അത് കുട്ടികൾ കാണുന്ന ഈ മുസ്ലിംമാരെടുത്ത് അതുകൊണ്ടാണ് ഓരെ കാണുക അസ്സലാമു അലൈക്കും. കാരണം അവരെ തല എപ്പോഴും ചൂടാണ്. അവർ തലങ്ങനെ ചൂടായിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അവരെ ചിന്ത എപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തല മറക്കൽ അത് ശാസ്ത്രീയമാണ്, വളരെ ശാസ്ത്രീയമാണ്. ഇരിക്കട്ടെ, ജൂതന്മാർക്ക് നിങ്ങളോട് ഏറ്റവും വലിയ ദേഷ്യമുള്ള കാര്യം എന്താ? നിങ്ങൾ അലാ ഖൗലിക്കും ആമീൻ, ആമീൻ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. ജൂതന്മാർക്ക് ഭയങ്കര ദേഷ്യമാണ് ആമീൻ പറയുന്നത്. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു ഫാക്സിറു മിൻ ഖൗലി ആമീൻ, നിങ്ങൾ പരമാവധി ആമീൻ പറയൽ അധികരിപ്പിക്കും. അതുകൊണ്ട് ഈ ആമീൻ പറയൽ വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. എടോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ട. നമ്മൾ പറയില്ല, ഇങ്ങനെ ദ്വാരക്കുണ്ടാവും, നമ്മളിങ്ങനെ അലംഭാവ. യഥാർത്ഥത്തിൽ ആ ഉസ്താദ് പ്രാർത്ഥിക്കുന്ന സർവ പ്രാർത്ഥനയും നമുക്ക് ബാധകമാവണമെങ്കിൽ നാം ബോധത്തോടെ ആമീൻ പറയണം. പറഞ്ഞാൽ എല്ലാവർക്കും അത് ബാധകമാണ്. അപ്പൊ നല്ല വിവരമുള്ള ഒരു ഉസ്താദ് ദ്വാരക്കാണ്, സുബ്ഹാനല്ലാഹ്, എന്താണ് ഇപ്പൊ പ്രാർത്ഥന? ആ പ്രാർത്ഥനയുടെ ഫലം മുഴുവനും കിട്ടണം, അതിന് ആമീൻ പറയണം. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് അദ്ദേഹത്തെ ദേഷ്യമുള്ള മാതിരിയുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു ഭയങ്കര സഹായം. ഡമസ്കസിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്, സിറിയയുടെ തലസ്ഥാനം ഡമസ്കസ്. അപ്പൊ അവിടെ ഒരു പള്ളിയിൽ അയാൾ ഇങ്ങനെ ദർശനം നടത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പണ്ട് ഒരാൾ ഓടി വരുന്നു, തങ്ങളെ എന്താ നിങ്ങളെ വീടൊക്കെ കത്തി നശിച്ചു പോയിട്ടുണ്ട്, വീട് തീ കത്തുന്നുണ്ട് എന്നാ പറഞ്ഞു. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോടാ, എന്റെ വീടൊന്നും കത്തൂല, ഈ പോയിക്കോ. എന്താ പിന്നെ ചെയ്യാ, വീട്ടിന്റെ ഉടമസ്ഥനാ പറയുന്നത്, എന്റെ വരെ കത്തൂല, ഈ പോയിക്കോ. അയാൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കാൾ സ്പീഡിൽ ഒരാൾ, തങ്ങളെ നിങ്ങളെ പൊരാകെ കത്തി ആകെ ചാമ്പലായി, ചാമപ്പറമ്പായി എന്നല്ല, ചാമ്പലായി. അപ്പോഴും പറഞ്ഞു, പോടാ, എന്റെ വീട് കത്തൂല, ഈ പോർ. മൂന്നാമത്തെ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വീടാകെ കത്തി ചാമ്പലായിട്ടാ, പോ, എന്റെ വീട് കത്തൂല. എപ്പ ആര് വന്നാലും ഇയാൾ ഇതേ പറയും. അങ്ങനെ ആ സദസ്സിൽ 7 ആള് വന്ന് പറഞ്ഞു, വൈക്കും വൈത്തല വന്നു, 7 ആള് വന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു എന്റെ വീട് കത്തൂല. അപ്പൊ ഈ കുട്ടികളൊക്കെ, കുട്ടികളെ ആളുകളൊക്കെ തന്നെ ശിഷ്യന്മാരൊക്കെ ഉണ്ട് സമീപത്ത്.
മൂപ്പര് 7ാമത്തെ ആള് വന്നപ്പോൾ പറഞ്ഞു, മക്കളെ വരി നമ്മൾ പോയി വെക്കുക. ഉറപ്പാണ് വീട് എത്തുകയില്ല. പക്ഷെ എന്താ നമ്മൾ പോയി വെക്കാൻ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചെന്ന് നോക്ക്. അപ്പൊ ചെന്നിങ്ങോട്ട് ചെന്നപാട് നമ്മളെ പള്ളിക്കല മൂലരെ വര കത്ത ആൾക്കാരെന്താ പറയാ, ഇങ്ങനെ പറഞ്ഞിട്ട് വരാഞ്ഞാല് എന്താ പറയാ, ആളുകൾ ഇങ്ങനെ രോഷാകുലരായി നിൽക്കുകയാണ്. ഞങ്ങളിവിടെ വന്നില്ല ഈ കാണേന് ഒക്കെ കത്തി ചാമ്പലാവുകയായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇവിടെ എത്തി സജീവമായത് കൊണ്ട് കഴിച്ചിലായി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ നിങ്ങൾ പേടിക്കണ്ട, എന്റെ വരെ കത്തൂല. കാരണം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഒരു വാക്ക് പറഞ്ഞിട്ട് തെറ്റിയിട്ടില്ല, തെറ്റുകയില്ല. 63 കൊല്ലത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരു അപരാധം പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, ചെറുത് വലുതാക്കി പറഞ്ഞിട്ടില്ല, വലുത് ചെറുതാക്കി പറഞ്ഞിട്ടില്ല. ഇത്രയും കൃത്യമായി ലോകത്തോട് കാര്യം പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹ്, അത്ഭുതങ്ങൾ മുഴുവനും നമുക്ക് കാണിച്ച മുഹമ്മദ് മുസ്തഫ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റൊരു മനുഷ്യൻ ഒരു ദിക്ർ ചൊല്ലിയാൽ, കാലത്തെഴുന്നേറ്റൊരു പ്രാർത്ഥന നടത്തിയാൽ, ആ പ്രാർത്ഥന അവനൊന്ന് രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടോ എന്ന് വൈകുന്നേരം വരെ അവന്റെ ശരീരത്തിന് അപകടം വരില്ല, സമ്പത്തിന് അപകടം വരില്ല, കുടുംബത്തിന് വരില്ല, അവന്റെ മക്കൾക്ക് വരില്ല, ഭാര്യയ്ക്ക് വരില്ല, അവന്റെ സമ്പത്തിന് വരില്ല, അവന്റെ വാഹനത്തിന് വരില്ല, അവന്റെ ശരീരത്തിന് വരില്ല. ഞാൻ ഇന്ന് കാലത്തെ നേറ്റത് ചൊല്ലിയിട്ടുണ്ട്, പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഞാൻ നിർവഹിച്ച സ്ഥിതിക്ക് ഇന്ന് വൈകുന്നേരം വരെ എനിക്കൊന്നും സംഭവിക്കുകയില്ല, എന്റെ സമ്പത്തിന് അപകടം സംഭവിക്കുകയില്ല, എന്റെ മക്കൾക്ക് സംഭവിക്കുകയില്ല, എന്റെ കുടുംബത്തിന് സംഭവിക്കുകയില്ല. അന്ന് മഗ്‌രിബിന് ശേഷം അത് ചൊല്ലിയോ പ്രഭാതം വരെ അവന് ഒന്നും സംഭവിക്കുകയില്ല, അവന്റെ മക്കൾക്ക് സംഭവിക്കുകയില്ല, അവന്റെ കുടുംബത്തിന് സംഭവിക്കുകയില്ല, അവന് ഒരു അപകടവും വരികയില്ല. ഇന്ന് കാലത്ത് ഞാനത് ചൊല്ലിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ് എന്റെ വീട് കത്തുകയില്ല, എന്റെ മക്കൾക്കൊന്നും സംഭവിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ആ ദിക്ർ ഞാൻ രാവിലെ ചൊല്ലിയതാണ്. അപ്പൊ എനിക്ക് ഉറപ്പല്ല എന്റെ പേര കത്തൂല. ലോകത്തെല്ലാരും പറഞ്ഞു എന്റെ പേര കത്തൂല. അങ്ങനെ ഒരു ദിക്റുണ്ട്. ഇതാരാ പറഞ്ഞത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ ദിക്ർ കാലത്ത് എഴുന്നേറ്റ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനത് ചൊല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കുകയില്ല. ഞാൻ എന്താ പറയണത്? അപ്പൊ ഒരു ഇമാം അത് ചൊല്ലി, ഒരു ഇമാം ആ പ്രാർത്ഥന നടത്തി. ആ ഇമാം ആ പ്രാർത്ഥന നടത്തിയപ്പോ അതിന് ആമീൻ പറയുന്ന ആളുകൾക്ക് മുഴുവനും അത് ബാധക. ഇനി ഒരു ചൊല്ലണ്ട, ഒരു ആമീൻ പറഞ്ഞാൽ മതി. ഇമാം ഇതായിരുന്നു, ആൾക്കാരെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്കൊക്കെ അത് ബാധക. അതിനെന്ത് വേണം? ആമീൻ പറയണം. ആമീൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചതുപോലെയാണ്. എന്തായിക്കൂലേ ആ ദിക്ർ? അത് കിട്ടിയ തരക്കടില്ലാന്ന് ചില ആൾക്കൊക്കെ അഭിപ്രായമുണ്ട്. വല്ലാത്തൊരു കാര്യം. നമ്മൾ നേരം വെളുത്ത് വണ്ടി പോണ ആൾക്കാരുണ്ടാവും, കല്ലുവണ്ടി ഓട്ടുന്ന ആൾക്കാരുണ്ടാവും, പല അപകടത്തിൻ്റെ മേഖല ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഇൻഷുറൻസ് ആണപ്പോൾ വല്ലാത്തൊരു കാര്യമാണ്. എനിക്കുറപ്പാ അന്നൊന്നും സംഭവിക്കൂല. മക്കളെ ധൈര്യമായിട്ട് സ്കൂൾക്ക് പറഞ്ഞേക്കാം. ഇപ്പം അത് മക്കൾക്ക് സ്കൂൾക്ക് പോയാൽ നേരെ വരുന്ന വരെ വേജാറാ. ആരെങ്കിലും ഏതെങ്കിലും കൂടെയുള്ള പിള്ളേർ വല്ല വെള്ളക്കെട്ടിലും തള്ളിയിട്ട് കൊന്നു കളയോ ഒക്കെ പേടിയാ. അങ്ങനല്ലേ കണ്ടുകൊണ്ടിരിക്കണേ. ഇത് ഒരു പേടി വേണ്ട, വൈകുന്നേരം വരെ റെഡിയാ. ഇന്ന് ഞാൻ ചൊല്ലി ഒന്നും സംഭവിക്കൂല. ഞാനേ ഇങ്ങനെ പരിപാടിക്കൊക്കെ ഭയങ്കര ചിലപ്പോൾ ടൈമിന് എത്താൻ കഴിയില്ല. അപ്പോൾ ഭയങ്കര ഡ്രൈവറോട് അറിയില്ല, ഇത് വിട്ടോ, ഇന്നൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ രാവിലെ ചെല്ലിയാണ്. അത് കറക്റ്റ് ഓർഡറിൽ ചെല്ലിയാണ്. എങ്ങനെയും വിട്ടോ പറഞ്ഞു, എങ്ങനെയും വിട്ടോ.
ഈ കാര്യം തെറ്റാൻ പാടില്ല. ഇത് പറഞ്ഞതാരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വല്ല കാര്യവും തെറ്റിയ പിന്നെ വല്ല അർത്ഥമുണ്ടോ? നമ്മളെന്താ വാങ്ങുക? അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്നാ പറയുന്നത്. മുഹമ്മദ് നബി അള്ളാഹ് അയച്ച ആളാന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്ന ആളാ ആ മുത്തുനബി അപ്പൊ ഈ പറഞ്ഞത്. പക്ഷെ അതിനെന്ത് വേണം? അതിന് ശരിയായ ബോധത്തോടെ അതിൻ്റെ ചിട്ട പ്രകാരം അത് ചൊല്ലിയിരിക്കണം. രാവിലെ ചൊല്ലിയ വൈകുന്നേരം വരെ ഞാൻ ഗ്യാരണ്ടി, വൈകുന്നേരം ചെല്ലിയ രാവിലെ വരെ ഗ്യാരണ്ടി. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? ആമീൻ കറക്റ്റ് പറയണം. എന്നാ എല്ലാവർക്കും അത് ബാധ. ഇത് ഇമാം അങ്ങനെ ദ്വാരക്കും. നമ്മളിങ്ങനെ കൈയൊടിച്ചിരുന്ന ആൾക്കാർ ഇങ്ങനെ അല്ലേ? ദുനിയാവിലെവിടെ അള്ളാഹു തആല ഖുർആനിലോ സുന്നത്തിലോ ഈ നിലക്ക് കൈയ്യടിക്കൽ പറഞ്ഞിട്ടില്ല. എന്തിനാ അങ്ങനെ? എനിക്കറിയില്ല. ആൾക്കാർ ആമീൻ പറയുമ്പോൾ ഇങ്ങനെ പിടിച്ചില്ല. ചില ആൾക്കാർ മുത്തുനബി പറഞ്ഞ നിങ്ങൾ അങ്ങനെ പിടിക്കരുത് എന്നാണ്. നിങ്ങളെ മുൻകൈയിന്റെ പള്ള കൊണ്ട് ഇങ്ങനെ ചോദിക്കണം. നമ്മളൊരാൾ ഒരു സാധനം തന്നാൽ വാങ്ങല എങ്ങനെ? ഇങ്ങനെ ഒരാൾ ഒരു സാധനം കാര്യമായിട്ട് തരികയാണ്. നമ്മളെന്തിനാ അങ്ങനെ വാങ്ങുക? ഇങ്ങനെ വാങ്ങും. ചിലവർ ഇങ്ങനെ വാങ്ങുക. ഞാൻ ചോദിക്കാതെ കൂട്ടുകാരെ, നമുക്ക് എന്താ ഓർഡർ അനുസരിച്ച് ചെയ്താലുള്ള പ്രശ്നം? ദ്വാരക്കും കൈ ഒന്നിക്കണ്ട ഇങ്ങനെ ഇങ്ങനെ. പിന്നെ ചില ഇമാം മുഹമ്മദ് റംലി റഹിമഹുല്ല, ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല, രണ്ട് ഇമാമിങ്ങൾ തമ്മിൽ ലേശർ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ചേർത്തി വെക്കുകയാണോ വേണ്ടത്, അല്ല ഇങ്ങനെയാണോ വേണ്ടത്? നമ്മളിപ്പോൾ ഒരാൾ സാധന കാര്യം ഇങ്ങനെ അവാർഡ് എങ്ങനെ വാങ്ങൽ? എങ്ങനെ അവാർഡ് വരുമ്പോൾ എങ്ങനെയാ വാങ്ങല്? ഇങ്ങനെ വാങ്ങും. ഒരു സിമന്റ് എങ്ങനെ അല്ല ഇങ്ങനെ വെക്കണം. ഒന്നും ഒരു കൈയും മറ്റേ കൈയിന്റെ മുകളിൽ വെക്കണം. അങ്ങനെയല്ല. ഒക്കെ നമ്മൾ ദ്വാരക്കിട്ട് എന്താണ് നമുക്ക് ഇജാബത്ത് കിട്ടാത്തത്? ദ്വാരക്കണ മാതിരിയുള്ളത് ദ്വാരക്കണ്. അപ്പൊ നമ്മൾ ശരിക്കും ആദ്യമൊക്കെ അങ്ങനെ ദ്വാരക്കാൻ കൈ ഇങ്ങനെയൊക്കെ നോക്കും. പിന്നെ എങ്ങനെ അറിയാതെ എങ്ങനെ ആയിപ്പോവുക. അതിന്റെ അർത്ഥമാണ് ബോധമല്ലാതെ. ബോധമല്ലാതെ അതിന്റെ കാര്യമുണ്ടാകും. കരുതിക്കുട്ടിയാകല്ലോ ഉസ്താദേ, അതിങ്ങനെ ആയിപ്പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബോധമല്ല. ചോദിച്ചിട്ട് കാര്യമുണ്ട്. നമ്മളോട് ഒരാൾ ഇങ്ങനെ വർത്താനം പറയണേ, നിങ്ങളെ ഒരു 10 രൂപ തരിക ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ കരട്ടിക്കോ നടക്കൊടുക്കും. നമ്മളോട് കാര്യമായിട്ട് ഇതൊന്നും ആവശ്യപ്പെട്ട് വരികയാണ്. വേറെ എടുക്കോ നോക്കി എന്തോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച അങ്ങനെ ഉണ്ടാവും. നമ്മളവന് കൊടുക്കുവോ? അപ്പൊ നമ്മളിത് അള്ളാഹിനോട് ചോദിക്കുകയാണ്, കാര്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കുമ്പോൾ ആ നിലക്ക് ചോദിക്കണം, ബോധ മനസ്സോടുകൂടി. അങ്ങനൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗ്യാരണ്ടിയാണ്. നാളെ രാവിലെ എന്നെ വന്ന് പറയാതൊക്കെ. മുത്തുനബി ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റിപ്പോണ പ്രശ്നമല്ല. അല്ലാഹു തആല നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ആമീൻ നന്നായി പറയണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ എൻ്റെ വിഷയം കുറച്ച് പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലത്ത് പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ നബിയെ എല്ലാവർക്കും വലിയ വിശ്വാസം. ആർക്കും നബിനോട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ആ രാജ്യത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ സ്വീകരിക്കാത്തൊരു മനുഷ്യല്ല. എല്ലാവർക്കും നബി അത്ര കണ്ട് ബഹുമാനാണ്. എന്താ പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ് അവർ. നിരന്തരമായി പരസ്യമായിട്ട് ഇങ്ങനെ കാണുകയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട ആ നിമിഷം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതങ്ങൾ ആ മക്കയിലെ ആൾക്കാർ സർവ്വ ആളുകളും കണ്ടവരാണ്. നമ്മളൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളൂ, അവർ കണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നട്ടുച്ചക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയുടെ നേരെ ഒരു തലക്കൊട വട്ടത്തിൽ, ഈ തൊപ്പിക്കൊട വട്ടത്തിൽ മേഘങ്ങൾ ഇങ്ങനെ നടക്കും. ഇതിലുള്ളൂ. ഇത് ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കിക്കാണുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്,
മേഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ തണലിട്ടു. അതവർ കണ്ടതാണ്. ഏത് വെയിലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ മേഘം തണലിട്ട് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒരു ഈച്ച വന്ന് ഇരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട നിമിഷം മുതൽ അവിടെ നിന്ന് വിസർജിച്ചിട്ട് വിസർജ്യ വസ്തു ഒരാൾ കണ്ടിട്ടില്ല. അപ്പോഴേക്കത് ഭൂമി വിഴിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ സാധാരണ കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെടുന്നത് പോലെയല്ല. പ്രസവിക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവത്തിന് ഈറ്റെടുത്ത പെണ്ണാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അമ്മ. ഒക്കെ ഭയങ്കര ചരിത്രങ്ങൾ ഇതൊന്നും വെറുതെ പറയുന്നു. അപ്പൊ പറഞ്ഞു, സാധാരണ നിങ്ങളൊക്കെ പള്ളമ നോക്കി തൊട്ട് നോക്കി ഒരു പ്ലഗ് കാണാം. പ്ലഗ് അല്ലേ? അങ്ങനെ പ്ലഗ് ഇല്ലേ? എന്താ ആ കുഴി? എന്താ? അതെ, ഗർഭത്തിൽ 4 മാസമായപ്പോ അവിടെ മുതൽ നമുക്ക് ഭക്ഷണം തന്നത് ഉമ്മയുടെ വയറ്റിൽ നിങ്ങൾക്കൊരു വയറാ. ആ വയറ് കൂടെ ഈ പ്ലഗിലാ കൊടുക്കുക. ഉമ്മക്ക് കിട്ടിയാൽ മതി, അപ്പൊ കുഞ്ഞിനും കിട്ടും. അതുകൊണ്ട് എത്ര ശാസ്ത്രക്രിയ നടത്തിയാലും ശരി ആ പ്ലഗ് മായ്ച്ചു കളയാൻ കഴിയില്ല. മരിക്കണവരെ ഉണ്ടാവില്ല. അതെന്തിനാ? നിനക്ക് എപ്പോഴൊരു ബോധം വേണം, ഞാനിങ്ങനെ വയറ്റിലായ സമയത്ത് ഈ തള്ളന്റെ ഭക്ഷണം എനിക്ക് കിട്ടിയത്. അപ്പൊ ചില ആൾക്കാർ നല്ല പരിപരുത്ത കാലുകൊണ്ട് ഉമ്മാനങ്ങനെ നാവിക്ക് ചവിട്ടാൻ വേണ്ടി ഇങ്ങനെ പൊന്തിച്ചുമ്പോ ഈ പ്ലഗ് ഇങ്ങനെ പറയണ്ടേ, അറിയാം നിനക്കറിയാം എന്ന് പറഞ്ഞ് ഈ പ്ലഗ് ഇങ്ങനെ കരയാണ്. അതിനാണ് നമ്മൾ പൊക്കിൾ കൊടി പൊക്കിൾ എന്ന് പറയും. അപ്പൊ ഈ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ആ വയറ് നമ്മൾ ശരിക്കും കാണാൻ പറ്റും. എല്ലാ പ്രസവിക്കും നമുക്ക് കാണാതെ കാര്യം നിങ്ങൾക്ക് നല്ല വിവരമുണ്ട്. പ്രസവിക്കുന്ന സമയത്ത് ആ വയറിങ്ങനെ കാണാം. ഫത്തുൽമീൽ കാണാം വയറ് പ്രസവിക്കപ്പെട്ട പാട് ഒരു നൂലെടുത്ത് കാണുന്നത് കെട്ടൽ സുന്നത്താണ്. അതെന്തിനാ? അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിയാണ് പോകുക. അതിന് വേണ്ടിയാ. അങ്ങനെയാണത്. പൊക്കിൾ കൂടി മുറിഞ്ഞു പോരാ, ഒരു 6 ദിവസം കഴിയുമ്പോൾ പോരാ. അപ്പൊ അതിനവിടെ ഈ മറ്റേ ഈറ്റെടുക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കും മുറിയാതിരിക്കാൻ വേണ്ടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ അവിടെ ആ വയറൊന്നുമില്ല. വയറൊക്കെ ശരിക്കും ക്ലിയർ ആക്കിയിട്ടാ പ്രസവിക്കപ്പെട്ടത്. പൊക്കിൾ കൂടി മുറിക്കപ്പെട്ടതായിട്ടാണ് റസൂൽ പ്രസവിക്കപ്പെട്ടത്. മാർക്കം ചെയ്യപ്പെട്ടതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. സാധാരണ എനിക്കും നിങ്ങൾക്കൊന്നും അറിയില്ല കുട്ടികൾ എങ്ങനെയാ ദേഹത്തേക്ക് വരലേ. പക്ഷെ ഈ പ്രസവിക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് 2 കൈ ഇങ്ങനെ നിലത്തിങ്ങനെ കുത്തിയിട്ട് 2 കണ്ണിങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടാണ് പ്രസവിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടതാണ്. പിന്നെ എത്ര അത്ഭുതങ്ങൾ! ഈ 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അത്ഭുതങ്ങൾ കണ്ടവരാണ് മക്കയിലെ ജനങ്ങൾ മുഴുവനും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശ്വസ്തനും എല്ലാവർക്കും പ്രിയങ്കരനുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇടക്ക് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 90,000 അത്ഭുതങ്ങൾ കണ്ടു. 90,000 അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് വിശദപ്പെട്ട ഇടക്ക് പറയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കന്ന് മദീനയ്ക്ക് ഹിജ്റയൊക്കെ പോയി അബൂ സുഫിയാനും നടക്കുകയാണ്. അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വലിയ ശത്രുവാ. അങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോ മക്കത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഒരു മാൻപേട ഇങ്ങനെ ഓടി ഇങ്ങനെ വരിക, ചാടി. അപ്പോ അബൂ സുഫിയാൻ ഇങ്ങനെ നോക്കി. അപ്പൊ അതിന്റെ വേക്കിൽ ഒരു ചെന്നായാണ്. അപ്പൊ ചെന്നായന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓടി ഇങ്ങനെ മാന കൊണ്ട് കണ്ടു നോക്കിയിട്ടില്ല നിങ്ങള്? ചാടി അങ്ങനെ ഓടിയിട്ടാണ് ഈ ചെന്നായ പിടിക്കാൻ എത്തിയപാട് ഈ ആട് ഹറമിലേക്ക് എടുത്തു. ഹറം എന്നതിന് ബൗണ്ടറി ഹറം.
ആ ഹറമിലേക്ക് കണ്ടെത്തി. ആടിങ്ങനെ വിശ്രമിച്ചിങ്ങനെ, അല്ല ഈ മാനിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുക. ചെന്നായ ഇവിടെ ഉണ്ട്, ആട് ഇവിടെ ഉണ്ട്. ചെന്നായ അങ്ങനെ ഇങ്ങോട്ട് പിടിക്കാൻ പോയ ചെന്നായ ആ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചു. ഞങ്ങൾ കണ്ടുകണോ? ഞാൻ കണ്ടു, കണ്ട മാതിരിയാ. നിങ്ങൾ നോക്കാൻ ഞാൻ മനസ്സിലാവൂ. ഈ ചെന്നായ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയ, അപ്പൊ ഹറമിലാണ് എത്തിയപ്പോ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ അതിൽ ചെന്നായ ഇങ്ങനെ മാവിങ്ങനെ നുണച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ ഈ മാൻപേട ഇങ്ങനെ നല്ല രസമായിട്ട്, എന്താ പ്രശ്നം? എന്താ ഹറമാണിത്, തൊടാൻ പറ്റൂല. പവിത്രമായ ഭൂമിയാണത്. ഹറം എന്ന് പറഞ്ഞാൽ അത്ര ആമിന, ഒരാളും ഒരു മൃഗവും ഒന്നും ചെയ്യില്ല. അത്രക്ക് ആമിനൻ വിശ്വസ്തമായ സ്ഥലമാണ്. തോടൂല ചെന്നായി അപ്പുറം അടുത്ത് മാനവിടെ ഒരു പരിപാടി, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത് കണ്ടപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, കൂട്ടുകാരെ, നമ്മളെ ഹറമിന്റെ പ്രത്യേകത കണ്ടെങ്കിൽ എന്താണ് അത്ഭുതം. ഈ ഹറമുക്കടുത്തപാട് കണ്ടോ, ഇത് കണ്ട് പറഞ്ഞാൽ അബൂ സുഫിയാൻ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുക. അതായാലും വലിയ അത്ഭുതം. ഈ ചെന്നായ വിളിക്ക, ഇതിപ്പോ ഒരു അത്ഭുത. ചെന്നായ പറയാ, സാക്ഷാൽ മനുഷ്യന്റെ സംസാരം. ചെന്നായ സംസാരിക്ക, ഇതിനും വലിയ അത്ഭുതം കാണോ. മുഹമ്മദുർ റസൂലുള്ളാഹ് യദ്ഉകും മിനൽ ജന്നah. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ ആ റസൂലുള്ളാഹിന്റെ ക്ഷണം സ്വീകരിക്കാതെ ആ റസൂലുള്ളാഹിനെ അട്ടിപ്പറഞ്ഞയച്ച് ആ റസൂലുള്ളാഹിനെ നാടുകടത്തിയിട്ട് ആ റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചിട്ട് ആ റസൂലുള്ളാഹിനെ നിങ്ങൾ അട്ടിപ്പറഞ്ഞയച്ചിരിക്കുകയാ. ഇതല്ലേ അതിനും വലിയ അത്ഭുതമെന്ന് ഈ ചെന്നായ ചോദിക്കുകയാ. മുസ്ലിമീങ്ങളെ, ഇസ്ലാമിക ചരിത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുക. മുസ്ലിം ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കുക. എന്തേ ഓറിയന്റലിസ്റ്റുകൾക്ക് ഇന്ന് വരെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനികൾക്ക് എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല, അതേ ഒരിക്കലും തന്നെ ജൂതന്മാർക്ക് വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങൾ പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നോ പറയാൻ ലോകത്ത് ഇന്ന് വരെ ഓറിയന്റലിസ്റ്റുകൾക്ക് ധൈര്യം വരുന്നില്ല, ക്രിസ്ത്യാനികൾക്ക് ധൈര്യം വരുന്നില്ല, ജൂതന്മാർക്ക് ധൈര്യം വരുന്നില്ല. അത്രയും ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളല്ലാതെ മുസ്ലിം ഉമ്മത്തിന് പറയാനില്ല, മുസ്ലിം സമുദായത്തിന് പറയാനില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ 90,000 അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. ഇങ്ങനൊക്കെ ഒരു അത്ഭുതം നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കോപ്പറാട്ടി കാട്ടിയാൽ തന്നെ പിന്നെ അയാളപ്പല്ലേ ആൾക്കാർ, അയാൾ കാണിച്ചോ പറഞ്ഞൊക്കെ തെറ്റാ, ഒന്ന് ശരിയായാൽ മതി. പിന്നെ അയാൾ അല്ലട്ടോ എന്തൊരു അർത്ഥം ഉണ്ടാവും, അയാളല്ലേ പറഞ്ഞതെന്നാ പറയാ, എന്തെങ്കിലും ഒന്നൊക്കെ മതി. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് അത് എന്റെ വിഷയമല്ല. 90,000 എണ്ണം ലോകത്ത് സമർപ്പിച്ചതുകൊണ്ട്, കാണിച്ചു കൊടുത്തതുകൊണ്ട് എല്ലാവർക്കും നബി അത്രയ്ക്ക് അംഗീകാരമാണ്, അത്രയ്ക്ക് വിശ്വാസമാണ്. മുത്തുനബി പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളെന്ന് മക്കയിലില്ല. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കുടുംബക്കാരും നാട്ടുകാരും ഇത് മുഴുവനും നബിയിൽ നിന്ന് കണ്ട ജനങ്ങൾ നബി എതിർത്തത് എന്തിനാ? അവരൊക്കെ നബിയെ എതിർത്തു, ഒരാൾ പോലും നബിയെ വിശ്വസിച്ചില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. എന്തിനാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എതിർത്തത്? നിങ്ങളും ഞാനും മനസ്സിലാക്കണം എന്തിനാണ്. അബൂ ത്വാലിബ്
അബൂലഹബ്, ഹംസത്ത് റളിയല്ലാഹു എല്ലാവരും ഒരു കാലത്ത് നബി എതിർത്തു. എന്തിന്റെ പേരിൽ? അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സ്നേഹിച്ച ആളാ. മുത്തുനബിന്റെ 2 മക്കളെ കല്യാണം കഴിച്ചത് അബൂലഹബിന് 2 മക്കളാ. ഒരു മോളെയല്ല, 2 മക്കളെ കെട്ടിയ അബൂലഹബിന് 2 മക്കളാ, ഉത്ബയും ഉതൈബയുമാണ്. അത്ര നബിനോട് അവർക്ക് താല്പര്യമാണ്. ഇങ്ങനെ ഇത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, അംഗീകരിച്ചിരുന്ന ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തിനെ വിമർശിച്ചത്? എന്തിനെ റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞത്? എന്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാടുകടത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയെടുത്ത് കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം കൊടുക്കാമെന്ന് എന്തിനെ അവരെ പ്രഖ്യാപിച്ചത്? എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചത്? ഇന്നക ലമജ്നൂൻ എന്ന് ആ മഹാമനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അവര് പറഞ്ഞു, മുഹമ്മദേ നിന്റെ തലക്കു ഭ്രാന്ത, നിനക്ക് സുഖമില്ല. എന്തിനാണ് അവരത് പറഞ്ഞത്? മുസ്ലിം ചെറുപ്പക്കാരറിയണം, മുസ്ലിം സഹോദരങ്ങൾ അറിയണം, നിങ്ങളൊക്കെ 5 വഖത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ നിസ്കാരം ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ അവർ വിമർശിച്ചതല്ല, റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തിയതല്ല. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. അതേ സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല മുഹമ്മദേ, ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികൾ റസൂലുള്ളാഹിനെ വിമർശിച്ചിട്ടില്ല, റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നിങ്ങള് വിശുദ്ധ റമദാൻ മാസം നോമ്പെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പട്ടിണി കിടന്ന് നോമ്പെടുക്കാൻ മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ വിശുദ്ധ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ ഈ കള്ളുകുടി നിർത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് നിന്നോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അതേ സമയത്ത് നിങ്ങൾ പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പലിശയിൽ നിന്ന് രാജിയാവാൻ ഞങ്ങൾക്ക് കഴിയില്ല, പലിശ കൊടുക്കാതിരിക്കാൻ കഴിയില്ല, പലിശ വാങ്ങാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിനെ അവർ എതിർത്തിട്ടില്ല, റസൂലുള്ളാഹിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തിനാ റസൂലുള്ളാഹിനെ അവർ കുറ്റപ്പെടുത്തിയത്? നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറയുമ്പോ വ്യഭിചരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല പറഞ്ഞു ബഹുമാനപ്പെട്ട ഇസ്ലാമിനെയും മുത്തുനബിയെയും അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാ, റസൂലുള്ളാഹിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാതിരുന്നത്, റസൂലുള്ളാഹിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നത്? അതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ വിമർശിച്ചതും കുറ്റപ്പെടുത്തിയതും ആക്ഷേപിച്ചതും അല്ലാഹുവിന്റെ റസൂൽ ചില മറഞ്ഞ കാര്യങ്ങൾ അവരോട് പറയുകയാണ്. മറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഈ മറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല, ഈ മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറഞ്ഞ കാര്യങ്ങൾ എന്നറിയുമോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മറഞ്ഞ കാര്യങ്ങൾ മാത്രമേ മുസ്ലിമാവാൻ പറ്റൂ. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളോട്, മുസ്ലിം സഹോദരിമാരോട് അതേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മറഞ്ഞ കാര്യങ്ങൾ ഉറപ്പിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മുസ്ലിമാവാൻ പറ്റൂ. അവര് മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളൂ, അവര് മാത്രമേ നോമ്പെടുക്കേണ്ട
അവര് മാത്രമേ ധർമ്മം കൊടുക്കേണ്ടതുള്ളൂ, അവര് മാത്രമേ സ്വലാത്ത് ചൊല്ലേണ്ടതുള്ളൂ, അവര് മാത്രമേ ദിക്റുകൾ ചൊല്ലേണ്ടതുള്ളൂ, അവർക്ക് മാത്രമേ ആഖിറത്തിൽ ഗുണം ലഭിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറഞ്ഞ കാര്യങ്ങൾ, ഈ മറഞ്ഞ കാര്യങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മുസ്ലിം എന്ന് പറയാൻ പറ്റൂ. മുഹമ്മദുർ റസൂലുള്ളാഹ്. മറഞ്ഞ ചില കാര്യങ്ങൾ, മറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മുസ്ലിം ആവാൻ പറ്റൂ. നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം നിസ്കരിക്കൽ അല്ല, ഇസ്ലാം എന്നത് നോമ്പെടുക്കൽ മാത്രമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് കള്ളു കുടിക്കാതിരിക്കുക, വ്യഭിചരിക്കുക അല്ല. അതൊക്കെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർക്ക് എതിർപ്പും വിരോധവും ഉണ്ടായത് ഇതിന്റെ പേരിലല്ല, അവർക്കുണ്ടായത് ഈ മറഞ്ഞ കാര്യങ്ങളുടെ പേരില. ഈ മറഞ്ഞ കാര്യം എനിക്കും നിങ്ങൾക്കും എത്ര വിശ്വാസം ഉണ്ട് എന്നാ ഞാൻ ചോദിക്കണേ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിങ്ങനെ ധാരണ, അതിനല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റം വരാത്ത ഉറപ്പ്. 1000 ആളുകൾ അതിനെതിരിൽ പറഞ്ഞാലും മാറ്റം വരില്ല. എതിരിൽ എത്ര തെളിവുകൾ നിരത്തിയാലും യാതൊരു തെറ്റിലുണ്ടാവും. ആ നിലക്കുള്ള ഉറപ്പിന് മാത്രമേ വിശ്വാസം എന്ന് പറയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം 2 × 2 = 4. നമുക്ക് 2 × 2 കൂടിയാ 4. എല്ലാവർക്കും ഉറപ്പല്ലേ? കുട്ടികൾക്കും അറിയാം, വലിയവർക്കും അറിയാം, പ്രായമുള്ളവർക്കും അറിയാം, സ്കൂൾ പോയവർക്കും അറിയാം. 2 × 2 = 4. അതിനിപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ വന്നിട്ട് പറയാം അല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് പോയി ആ കാര്യം 2 × 2 = 4 പറയണേ. ഒരു തങ്ങൾ വാപ്പ എന്ന് പറഞ്ഞാലോ, തങ്ങളെ നിങ്ങൾ തങ്ങളൊക്കെ തന്നെ കേട്ടോ, പക്ഷെ 2 × 2 = 4. അത് മാറ്റാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള ഉറപ്പിന്റെ പേരാണ് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കണം. അതിന്റെ താഴേക്കിടയിലുള്ള ഒരു കാര്യത്തിന് വിശ്വാസം എന്ന് പറയില്ല, ധാരണാന്നോ അങ്ങനെയൊക്കെ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കണം. മറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാലോ, ഇപ്പൊ കോഴിക്കോട് ഇപ്പൊ എന്തൊക്കെയാ നടക്കണേ? മറഞ്ഞ അതിനല്ല, കണ്ണിനെ തൊട്ട് മറഞ്ഞതെന്നല്ല, കാതിനെ തൊട്ട് മറഞ്ഞ അതിനല്ല. ഇതൊക്കെ അതാ പറഞ്ഞത്, മനസ്സിലാക്കി പറയുമ്പോൾ ഒരുപാട് നേരമാണ്. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, തൊട്ടു നോക്കാൻ കഴിയില്ല, മണത്ത് നോക്കാൻ കഴിയില്ല, രുചിച്ച് നോക്കാൻ കഴിയില്ല. ഈ 5 കാര്യങ്ങളിൽ 5 രൂപത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റാത്തതിനാണ് മറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഒരിക്കലും കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, തൊട്ടു നോക്കാൻ കഴിയില്ല, രുചിച്ച് നോക്കാൻ കഴിയില്ല. ഈ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പറയുന്ന പേരാണ് മുഅ്മിൻ, മുസ്ലിം. അത് നമുക്ക് എത്ര ഉണ്ട് എന്നാ നമ്മൾ നോക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നമ്മൾ ആരും കണ്ടുകണം, മലക്കളെ ഒച്ചങ്ങൾ ആരും കേട്ടുകണം, മലക്കളങ്ങളെപ്പോഴും തൊട്ടു നോക്കിക്കണം, മണത്തു നോക്കിക്കണം, നാമച്ചോക്കാൻ അതൊരു മറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് എത്ര കണ്ടിട്ടുണ്ട്? 5 2 ഉറപ്പിച്ചുകണം. എന്നാ വിശ്വാസം ഉണ്ട്. അതൊന്ന് ഒരു കാര്യമാണ്. അള്ളാഹു അങ്ങനെ, അള്ളാഹു നമ്മൾ കണ്ടിട്ടില്ല, അള്ളാഹിന്റെ ഒച്ച നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ തൊട്ടു നോക്കിയിട്ടില്ല. മറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് മറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിലൊന്നാം പറയാൻ പോണം. ഞാനീ പറയുന്ന കാര്യങ്ങള് ശരിക്കും നിങ്ങളുണ്ട് എങ്കിൽ മാത്രം
നാളെ സുബഹി നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ നിസ്കരിക്കണ്ട, ആ സമയം കിടന്നുറങ്ങിക്കോ. എന്തിനാ നിസ്കരിച്ചോളാം പോട്ടെ, ഇനി ഇവിടെ നിന്നാകട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിസ്കരിച്ചാൽ മതി. എല്ലാ നേരത്തെ നിസ്കരിച്ചണേന്നാണ് ഞാൻ പറയണേ. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ആ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയണ കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വെറുതെ വെറുതെ കാര്യം കിട്ടണ്ടേ. അതുപോലെ ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി ആ വേക്കിലുള്ള എന്താ ഉറങ്ങണം മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് ഈ നിസ്കാരം പഠിപ്പിച്ചത് എന്നാ നിങ്ങള് നുബുവത്ത് കിട്ടിയിട്ട് 11ാമത്തെ കൊല്ലത്തിലാ. 11 വല്ല പരിപാടിയില്ല. എന്നാ നുബുവത്ത് കിട്ടി 13 കഴിഞ്ഞ് 15ാം കൊല്ലത്തിലാ. അതിന്റെ മുമ്പ് പരിപാടിയില്ല. ആ 15ാം കൊല്ലത്തിലാണ് നിങ്ങള് സക്കാത്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. അതിന്റെ മുമ്പ് പരിപാടിയില്ല. അതും കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ്. അതിന്റെ മുമ്പ് പരിപാടിയില്ല. നുബുവത്ത് കിട്ടിയിട്ട് 13 കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കള്ള് കുടിച്ചെടുത്തിട്ടോ. അപ്പൊ പറഞ്ഞാൽ ഇതാ നിസ്കാരം എപ്പോഴും ചെയ്യാൻ പറ്റും, എപ്പോഴും നിസ്കരിച്ചു കൊടുക്കുക. നോമ്പ് എപ്പോഴും ചെയ്യാൻ പറ്റും, ഹജ്ജ് എപ്പോഴും ചെയ്യാൻ പറ്റും. ഞമ്മക്ക് ഉറക്കത്തിലും ഉണർച്ചയിലും എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്ത് അതേതാ? അതാണ് കൂട്ടരെ ഈമാൻ പറഞ്ഞ്. അത് ഈമാനാണ്. മുത്തുനബിനോട് സഹാബത്ത് ചോദിച്ചു, സഹീൽ ബുഖാരി കാണാം. ഞാൻ ഈ പറഞ്ഞൊന്നും വെറുതെ പറയല്ല, 100ക്ക് 100 അടിസ്ഥാനപരമേ പറയുള്ളൂ. അങ്ങനെ ഉറപ്പിച്ചു വെച്ചോളി, അത് ഞാൻ പറയില്ല. അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാന്നാ ചോദിച്ചത്. ഏറ്റവും ശ്രേഷ്ഠമായ റസൂല് പറഞ്ഞ എന്താ? ഈമാനും ബില്ലാഹി, ഈമാൻ തന്നെ. ഈമാനാണ് ഏറ്റവും വലിയ അമല്. അതല്ല രസം. നമ്മളൊക്കെ ഇപ്പോ മൂമിനായി ജീവിക്കുന്നത് വലിയ അമലാ. നിസ്കരിക്കാത്തൊരു മനുഷ്യനാണ്, ഓനെ അമലുള്ളവനാണ്. മുഅ്മിനാണെങ്കിൽ ഓൻ മരിച്ചതല്ലേ, ഓനെ ജീവിക്കാനല്ലേ. ഓനൊക്കെ മരിച്ചതിന് നല്ല വെറുതെ അറിയാം, അല്ല ദീർഘായുസുണ്ടായിക്കോട്ടെ, കാരണം ഈമാൻ കൂടുതലേ. അതുകൊണ്ട് നാളെ നിസ്കരിച്ചാക്കല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വിശ്വാസങ്ങൾക്ക് നിങ്ങൾ നിസ്കാരം വെറുതെയാണ്. ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കാനാണ് ഈ സമരങ്ങളൊക്കെ. എന്തിനാ? ഈ വിശ്വാസത്തിന് വേണ്ടിയാണ്, വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും വലിയ വിശ്വാസം ഒരൊറ്റ കാര്യം പറയാം. നമ്മുടെ ഈ വസ്ത്രം കണ്ടങ്ങൾ എല്ലാവരും നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ചില ആളുകൾ അവരവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കും അല്ലേ. 1000 റുപ്യന്റെ കുപ്പായൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കല്ല. 1000 റുപ്യന്റെ കുപ്പായ നമ്മളെ കുപ്പായത്തിനാകെ 500 റുപ്യ ആകുള്ളൂ. എത്ര വലിയ കുപ്പായ അടിച്ചാൽ 500 റുപ്യ ആകുള്ളൂ. അതേ സമയത്ത് 1000 റുപ്യ 2000 റുപ്യ 10000 റുപ്യന്റെ കുപ്പായമായി ധരിക്കുന്ന ആളുകളുണ്ട്. 50,000ന്റെ ബനാറസിന്റെ പട്ടുസാരി വാങ്ങി ധരിക്കുന്ന സഹോദരിമാരുണ്ട്. കുഴപ്പമില്ല. 10,000 50,000 റുപ്യ ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള വാച്ച് വാങ്ങി കെട്ടുന്നവരുണ്ട്. വിരോധമില്ല. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി ധരിക്കുന്നവരുണ്ട്. വിരോധമില്ല. സ്ത്രീകൾ ധരിച്ചോ, വിരോധമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഈ ആഭരണങ്ങളെക്കാൾ, ഈ സ്വർണങ്ങളെക്കാൾ, വസ്ത്രങ്ങളെക്കാൾ, ഇതിനേക്കാൾ പിടിപ്പ് നമ്മുടെ ശരീരത്തിനില്ലയോ? ശരീരമല്ലേ ഏറ്റവും വിലയുള്ള സാധനം. ഈ ശരീരത്തെക്കാൾ വിലപിടിപ്പ് നമ്മുടെ വസ്ത്രങ്ങൾക്കില്ല. ഈ ശരീരത്തിനേക്കാൾ വിലപിടിപ്പ് നമ്മുടെ സ്വർണങ്ങൾക്കില്ല. നമ്മുടെ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളത് മോനെ നിന്റെ ഈ ശരീരമാണ്. ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേക്കാൾ അവിടുന്ന് പ്രായമുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ പ്രായമുണ്ടെങ്കിലും മുത്തുനബിയോട് വല്ലാത്ത ആദരവാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വന്നുകൊണ്ട് ചോദിച്ചു, മോനെ, ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ്? ബഹുമാനപ്പെട്ട മുത്തുനബി ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് ഈ വിലപിടിപ്പുള്ള സാധനം നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്? ഒന്നുമല്ല, എനിക്ക് അല്ലാഹുവിനോടൊന്ന് ചോദിക്കുവാനാണ്. ഏത് കാര്യവും ചോദിക്കാൻ പറ്റുന്ന കേന്ദ്രമാണ് അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റാത്തതില്ല. അല്ലാഹുവിനോട് എത്രയും ചോദിക്ക, എപ്പോഴും ചോദിക്ക, എങ്ങനെയും ചോദിക്ക. ഈ ദുനിയാവിലേത് മുതലാളിയാണെങ്കിലും, എത്ര വലിയ ധർമ്മിഷ്ഠനാണെങ്കിലും, എത്ര വലിയ ഔദാര്യശീലമുള്ള വ്യക്തിയാണെങ്കിലും എല്ലായ്പ്പോഴും ചോദിക്കാൻ പറ്റൂല, എല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റൂല. അതേ സമയത്ത് പടച്ച റബ്ബ് അങ്ങനെയല്ല, എത്രയും ചോദിക്കാം, ഏതും ചോദിക്കാം. ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവരോട്, ഇസ്അലിൽ ആഫിയത ബഅദൽ ഹുദാ, ആഖിറത്തിലേക്ക് ഹിദായത്ത് ചോദിച്ചതിനു പകരം നേർവഴി ചോദിച്ചതിനു ശേഷം നിങ്ങൾ ദുനിയാവിൽ വെച്ച് ആഫിയത്ത് ചോദിക്കുക. ആഫിയത്തിനോളം വില പിടിപ്പുള്ള സാധനമില്ല മോനെ. നിന്റെ കണ്ണിന്റെ കാഴ്ച, മോനെ, നിന്റെ ശരീരത്തിന്റെ മസിലിന്റെ പവർ, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം, ഇത്ര സുഖമുള്ള, ഇത്ര വില പിടിപ്പുള്ള ഒരു സാധനം വേറെയില്ല. ഇതിന്റെ സ്വർണത്തിന് ഇത്ര വിലയില്ല, വജ്രത്തിനില്ല, വെള്ളിക്കില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അതേ, എന്റെ ചോദ്യം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഞാനൊന്നും പറയാതെ തിരിച്ചു പോയി. 1-2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ്? മുത്തുനബി പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചു. ഒന്നിനുമല്ല, അല്ലാഹുവിനോട് ചോദിക്കുവാനാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി പറഞ്ഞു, ഇസ്അലിൽ ആഫിയത ബഅദൽ ഹുദാ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിച്ചോളൂ. ഈ ആഫിയത്തിനോളം വിലപിടിപ്പുള്ളൊന്ന് വേറെയില്ല. ഞാൻ ചോദിച്ചു, മോനെ, അതല്ല ഞാൻ ചോദിച്ചത്. സ്വർണം പോലെ, വെള്ളി പോലെ, പവിഴം പോലെ, വജ്രം പോലെ, രത്നം പോലെ വിലപിടിപ്പുള്ള വസ്തു ഏതാണെന്നാ ഞാൻ ചോദിച്ചത്. മഹാനരായ മുത്തുനബി പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, ഇല്ല, നിങ്ങളെ ഈ തടിയുടെ ആരോഗ്യത്തിന്റെ അത്ര വിലപിടിപ്പുള്ള, ഈ തടി സുഖത്തിന്റെ അത്ര വിലപിടിപ്പുള്ള ഒരു സാധനം വേറെയില്ല. ഈ ലോകത്ത് നിങ്ങൾക്ക് കോടിക്കണക്കിന് സ്വത്ത്, കോടിക്കണക്കിന് പണത്തിന്റെ ആസ്തി നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്വർണങ്ങളുണ്ടെങ്കിൽ, വെള്ളികളുണ്ടെങ്കിൽ, എന്തും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ നൽകുകയില്ലയോ? നിങ്ങൾ ആര് മുഴുവൻ കൊടുത്തുകൊണ്ട് ആരോഗ്യം നിലനിർത്തുകയില്ലയോ? മോനെ, നിനക്കൊരു തലവേദന വന്നാൽ ആ തലവേദന സുഖപ്പെട്ടു കിട്ടാൻ വേണ്ടി നിന്റെ സർവവും നീ നൽകുകയില്ലയോ? ആ സുഖത്തിന് ഒരു ചികിത്സിക്കുന്നതിന് വേണ്ടി നീ മഹാനായ കൊട്ടാരത്തിൽ ഹാറൂൻ റഷീദ് ഭക്തനായ ഭരണാധികാരിയാണ്. വിശാലമായ സാമ്രാജ്യം. ഹാറൂൻ റഷീദ് തന്റെ കീഴുദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് അവർക്ക് ഉപദേശങ്ങൾ നൽകുകയാണ്. ഇടക്കഥ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ ഹാറൂൻ റഷീദിന്റെ പ്രൈവറ്റ് മന്ത്രി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു. വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ് അവിടെ തന്നെ വെച്ചതിന് ശേഷം വീണ്ടും തന്റെ സംസാരം തുടരുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാക്ക് തങ്ങൾ ചോദിക്കുന്നു, ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരിയോട് നിങ്ങൾ കുടിച്ച ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില എത്രയാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇബ്നു സമ്മാക്ക് തങ്ങൾ ചോദിക്കുന്നു, ഓ ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരി,
ഭരണാധികാരിയായ നിങ്ങൾക്ക് ദാഹിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഈ ദാഹിക്കുന്ന സമയത്ത് ദാഹശമനത്തിന് വേണ്ടി നിങ്ങൾ വെള്ളത്തിന് ആവശ്യപ്പെടുന്നു. പക്ഷേ നിങ്ങളെ പരിധിയിൽ എവിടെയും വെള്ളമില്ല. എവിടെയും നിങ്ങൾക്കൊരു ഗ്ലാസ് ദാഹം ശമനത്തിന് വേണ്ടി കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ദാഹിച്ച് നിങ്ങളെ തൊണ്ട വരളുകയോ, നിങ്ങൾ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുകയോ. ഈ സമയത്ത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിക്കുമെന്നുറപ്പാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ ഒരു തോൽപാത്രത്തിൽ വെള്ളവുമായിട്ട് വരുന്നു. ആ വെള്ളം നിങ്ങളെ മുൻപിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഹാറൂൻ റഷീദ്, നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയാണ്, ന്യായത്തിന് വില കൽപ്പിക്കുന്ന ഭരണ. ഈ സമയത്ത് ഈ വെള്ളം ഞാൻ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ മരിക്കുമെന്നുറപ്പാണ്. പക്ഷെ ഈ വെള്ളം നിങ്ങൾക്ക് തരാം. ഒരു ഗ്ലാസ് വെള്ളത്തിന് ന്യായമായ വില നൽകണം. എന്താണ് നിങ്ങൾ നൽകുന്ന വെള്ളത്തിന്റെ വില എന്ന് ചോദിക്കുമ്പോൾ ഈ വിശാലമായ സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് പകുതി ഭാഗം നിങ്ങൾ എനിക്ക് പകുത്തു നൽകണം. നിങ്ങൾ എനിക്ക് വീതിച്ചു തന്നെങ്കിലേ ഈ വെള്ളം ഞാൻ നിങ്ങൾക്ക് തരൂ എന്നയാള് വാശി പിടിച്ചാൽ ആ അധികാരത്തിന്റെ പകുതി ഭാഗം സാമ്രാജ്യം നിങ്ങൾ അയാൾക്ക് പകുത്തു കൊടുത്തിട്ട് ആ വെള്ളം നിങ്ങൾ വാങ്ങിക്കുടിക്കുമോ? നിങ്ങൾ ദാഹത്തുനിന്ന് രക്ഷ നേടുമോ? ഹാറൂൻ റഷീദ് പറയുന്നു, അതേ. ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഈ അധികാരത്തിന്റെ പകുതിയും കൊടുക്കേണ്ടി വന്നാൽ അത് മുഴുവനും കൊടുത്തുകൊണ്ട് ഞാൻ ആ ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കുന്നതാണോ? വീണ്ടും ഇബ്നു സമ്മാക്ക് തങ്ങൾ ചോദിക്കുന്നു, ഹാറൂൻ റഷീദേ, അല്പസമയം കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി, നിങ്ങൾക്ക് നാവിന് വേദന വരാൻ തുടങ്ങി, മൂത്രിക്കാൻ വേണ്ടി നിങ്ങൾ പോയിട്ട് ഒരു 10 മിനിറ്റ് മണിക്കൂർ 10 15 മിനിറ്റ് മൂത്രമൊന്ന് ബന്ധായി പോയാ, ചെറുപ്പക്കാരെ, നിങ്ങൾക്കാർക്കും അനുഭവം അല്ലാഹു അത്തരം രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാ. സുബ്ഹാനല്ലാഹ്. അന്ന് ആ സമയത്ത് സർവ്വ ഡോക്ടറും ആരും വന്നു ചികിത്സിച്ചു. മൂത്രം പോകുന്നില്ല. നിങ്ങൾ മൂത്രം പോകാതെ പെടയുകയാ. ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഹാറൂൻ റഷീദ്, എന്റെ കയ്യിൽ ഒരു ചെറിയ മരുന്നുണ്ട്. ഈ നിങ്ങൾ ശരിക്കും മൂത്രം പോകുന്നതാണ്, രക്ഷപ്പെടുന്നതാ. പക്ഷേ ഈ മരുന്ന് വെറുതെ തരില്ല. ഈ മരുന്നിന് മതിയായ ന്യായമായ വില നൽകണം. എന്താ നിങ്ങൾക്ക് വില വേണ്ടത്? ആ മരുന്ന് വാങ്ങി സേവിക്കുമോ? വേദനയിൽ നിന്ന് മുക്തി നേടുമോ? മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? ഹാറൂൻ റഷീദ് തീർത്തു പറഞ്ഞു, അതേ. ഈ അധികാരം മൊത്തം കൊടുത്തിട്ട് ഞാൻ ആ മരുന്ന് വാങ്ങിക്കടിച്ചിട്ട് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാ, വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നതാ. എന്നാൽ മുസ്ലിമീങ്ങളെ, ഒരു ഇല്ലാതെ മലം പോകുമ്പോ, ഒരു കംപ്ലൈന്റും ഇല്ലാതെ മൂത്രം പോകുമ്പോ, കണ്ണിനൊരു തകരാറില്ലാതെ കാണാൻ സാധിക്കുമ്പോ, സംസാരങ്ങൾ കഴിയുമ്പോ, നാവ് കൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയുമ്പോ, ഈ ആരോഗ്യത്തിന്റെ ആഫിയത്തിന്റെ വില ഞാനും നീയും ചിന്തിച്ചിട്ടില്ല. ഇത്ര വിലപിടിപ്പുള്ളൊരു സാധനം വേറെയില്ല. നിന്റെ സമ്പാദ്യം മൊത്തം നീ കൊടുക്കുകയില്ലയോ? നിന്റെ കണ്ണിന്റെ കാഴ്ചയൊന്ന് നിലനിർത്താൻ വേണ്ടി, നിന്റെ സ്വാധീനം നിലനിർത്താൻ നിന്റെ കയ്യൊന്ന് പണം വേറെയില്ല. മഹാനരായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി ബോധ്യപ്പെടുത്തുകയാ. ഇതുകൊണ്ടാണ് സുബഹി നിസ്കാരത്തിനും ആഫിയത്ത് നൽകണേ, എന്റെ കണ്ണിന്റെ കാഴ്ച നിലനിർത്തി തരണേ, സംസാരശേഷി നിലനിർത്തി തരണേ, ഈ നിലനിർത്തി തരണേ. ചോദിക്കലില്ലേ? ഇമാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ ആമീൻ പറയലുണ്ടോ മോനെ? എന്നാൽ നീ ഒന്ന് ചിന്തിക്കുക ചെറുപ്പക്കാർ, മുസ്ലിം
സഹോദരന്മാരറിയുക, ഈ ആരോഗ്യത്തെക്കാൾ വിലപിടിപ്പുള്ളൊരു സാധനം നിന്റെ ശരീരത്തിലുണ്ട്. ഈ മസിൽ പവറുള്ള ശരീരത്തെക്കാൾ പവറുള്ളൊരു ശക്തി നിന്റെ ശരീരത്തിലുണ്ട്. അതെന്താ? അതിന് മോനെ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവാണ് നിന്റെ ശരീരത്തിന് ഫോഴ്സ് നൽകുന്നത്. ഈ ആത്മാവാ നിന്റെ ശരീരത്തിന് പവർ നൽകുന്നത്. ഈ ആത്മാവാ നിന്റെ കണ്ണിന് കാഴ്ച നൽകുന്നത്. ഈ ആത്മാവാ നിന്റെ ഹൃദയത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവാണ് നിന്റെ കൈകളെ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ആത്മാവാ നിന്റെ മറ്റു അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ആത്മാവില്ലാത്ത ശരീരം മോനെ വേണം. ആത്മാവില്ലാത്ത കൈകൾ ആർക്ക് വേണം? ആത്മാവില്ലാത്ത ഭർത്താവിനെ ആർക്ക് വേണം? ആത്മാവില്ലാത്ത ഭാര്യയെ ആർക്ക് വേണം? ഈ ശരീരത്തിന്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, പവറുകളുണ്ട്, അത് മുഴുവനും നിലനിർത്താൻ നിനക്ക് ആത്മാവ് വേണം. ആത്മാവില്ലാത്ത ശരീരം കൊണ്ട് ഫലമില്ലല്ലോ മക്കളെ. ഈ ലോകത്ത് ആരൊക്കെയുണ്ട്? ഈ ലോകത്തെ ഒന്നാമത്തെ പൗരൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ബാൻ കി മൂൺ. ആ ബാൻ കി മൂൺ ആയിട്ട് നിലനിൽക്കാൻ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിട്ട് നിലനിൽക്കണം തന്റെ ശരീരത്തിൽ ആത്മാവ് എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. അതില്ലെങ്കിൽ വേണ്ട. ആത്മാവില്ലാത്ത ശരീരം ആർക്കും വേണ്ട. ആത്മാവില്ലാത്ത ബോഡി ആർക്കും വേണ്ട. ആത്മാവില്ലാത്ത ഭാര്യ ആർക്കും വേണ്ട. ആത്മാവില്ലാത്ത ഉപ്പയെ ആർക്കും വേണ്ട. ആത്മാവില്ലാത്ത തങ്ങളെ ആർക്കും വേണ്ട. ആത്മാവില്ലാത്ത മുസ്ലിയാരെ ആർക്കും വേണ്ട. ആത്മാവില്ലാത്ത മക്കളെ ആർക്കും വേണ്ട. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ ചേന്ദ്രിയ നമുക്കൊക്കെ അതുണ്ട്. എന്നാ പിന്നെ അത് കാണാൻ പറ്റുമോ? കാണാൻ കഴിയത്തില്ല. അതിന്റെ ഒച്ച കേട്ട്. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, ആത്മാവ് എന്താണ് ആ സാധനം എന്ന് പറയാൻ പോവുക. അതൊക്കെ നമ്മളടുത്തൊക്കെ ഉണ്ട്. ആത്മാവ് ശരീരത്തിൽ അങ്ങോട്ട് പിരിയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മരണം. അത് പോയാൽ ശരീരം മരിച്ചു. ലോകത്ത് പലരും ശ്രമിച്ചു അതിനൊന്ന് കണ്ടുപിടിക്കാൻ, പിടുത്തത്തിൽ കിട്ടാൻ. പക്ഷെ അത് കിട്ടിയിട്ടില്ല. എന്നാ അതില്ലേ? അതുണ്ട്. ആത്മാവെന്ന് പറയുന്നൊന്നില്ല, ഉണ്ട്. ഇത് കേട്ടോളൂ, എങ്ങനെയാണ് ആ സാധനം? അവനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അത് മണ്ണുകൊണ്ടല്ല. മനുഷ്യനെ പല ശരിയൊക്കെ മണ്ണുകൊണ്ട് പഠിച്ച. അതെന്താ മണ്ണുകൊണ്ട? മണ്ണിലിട്ടാ മണ്ണാകുണ്ടോ? മനസ്സിലായി? മണ്ണാകും. ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും മറവ് ചെയ്ത് നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മാന്തി നോക്കും, മണ്ണായിട്ടുണ്ടാവും. അപ്പൊ മനസ്സിലായ സാധനം അത് മണ്ണാണ്. ആത്മാവിനെ അള്ള സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടല്ല. ആത്മാവിനെ അല്ലാഹു സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടും അല്ല. ഈ ആത്മാവ് എന്ന സാധനം പിന്നെ എന്താ? അതുണ്ട്. അത് അശ്ബഹു ശൈഇൻ ബിസ്സിബഖ്, ഏറ്റവും കൂടുതൽ മെർക്കുറിയോട് അടുത്തൊരു സാധനമാണ്. മെർക്കുറി പോലത്തെ ഒരു സാധനം. മെർക്കുറി എന്നറിയാം. ഉറങ്ങിയത് മനസ്സിലാവില്ല. അത് ആത്മാവെന്ന് പറയുന്നത് രസം മെർക്കുറി എന്ന് പറയും ഇംഗ്ലീഷ്. അത് ഒരു മനുഷ്യനെ ഉണ്ടാവും. ഒരു തേനീച്ചയുടെ വലിപ്പുണ്ടാവും. തേനീച്ച മനസ്സിലാവും. പല സൈസ് തേനീച്ച, സാധാ തേൻ, ചെറുതേൻ. ഖുർആനിൽ 3 തരം തേനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ചെറുതേൻ എന്ന് പറഞ്ഞ സാധനം അത് ചെറിയൊരു ഈച്ച പോലെ, അത്ര. അത് ഈ ആത്മാവ് ശരീരത്തിൽ ഇങ്ങനെ ഒന്നടങ്കങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. അത് പിടിക്കാൻ കഴിയില്ല. ആരാണ് അതിനെ കൊണ്ടുപോയി വെച്ചത്? അതൊരു മലക്ക. മലക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ചെറിയൊരു സാധനമാണ്.
അല്ല, ആൾക്കാരെ വിചാരം ഈ മലക്ക് എന്നൊക്കെ പറഞ്ഞാലേ പറ്റും. മുമ്പ് ഒരാൾ പറഞ്ഞില്ല ആന അള്ളാഹുവിൻ്റെ മലക്കാണ് എന്ന് പറഞ്ഞു. ബാക്കി നാളെ പറയാമെന്ന് പറഞ്ഞു. നാളെ എല്ലാവരും വന്നു ഇങ്ങനെ ആന അള്ളാഹിൻ്റെ മലക്കാണ് തന്നെ കേൾക്കാൻ വേണ്ടി. ശരിയല്ലേ? ആന അള്ളാഹിൻ്റെ മലക്ക് തന്നെയല്ലേ? ആന മലയിൽ തന്നെയാണല്ലോ. അപ്പൊ അത് അത്ര വലിയൊരു സംഭവമല്ലത്. മലക്കുകൾ എന്ന് പറഞ്ഞ് വളരെ ചെറുതാ. അങ്ങനെയുണ്ട്. എന്നാൽ അതൊന്നും ആരും ഇല്ല എന്ന് പറയുന്നില്ലല്ലോ. നമ്മുടെ ബ്ലഡ് ഈ ലാബിൽ കൊടുത്ത് പരിശോധിച്ചിട്ട് പറയും ഇത് എത്ര അണുക്കളാ, ലക്ഷക്കണക്കിന് അണുക്കളുണ്ടെന്നൊക്കെയാ പറയുന്നത്. എന്നിട്ട് ഒറ്റ കുട്ടി പറഞ്ഞ ആക്കെ വെറുതെ അറിയാവുന്നില്ല എന്ന് പറഞ്ഞോ. ശരിയാന്നാണ് പോരല്ലേ ചെയ്ത്? ആർക്കും സംശയമില്ലല്ലോ, ഒക്കെ ഭയങ്കര വിശ്വാസ. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര സംശയ. ഇതിപ്പോ ഇത്ര ഒന്നും പഠിച്ചിട്ടില്ല. SLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഒരു കൊല്ല 2 മാസം കോഴ്സ് കഴിഞ്ഞ് ഒരു പെണ്ണ പരിശോധിച്ച് പറഞ്ഞേ കൗണ്ട് കുറച്ച് കൂടുതലാട്ടാ, അണുക്കൾ കുറച്ച് കുറവാട്ടോ. ശരി, കാമന്ന സന്നന്ന കൂടുതലാണോലോ കുറവാണോലോ എന്ന് ഒക്കെ വിശ്വാസം. യാതൊരു സംശയം ആർക്കും ഉണ്ടായില്ല. നമ്മൾ പറയാണ് ഇതിന് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ഒക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം. അതൊക്കെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് അതുകൊണ്ട് ആ മുത്തിന് പിന്നെ മുഖത്ത് നോക്കി പറഞ്ഞു ഇന്നക്കല മജു, നിനക്ക് ഭ്രാന്ത മുഹമ്മദേ എന്നവരതുകൊണ്ടാ പറഞ്ഞത്. നിനക്ക് ഭ്രാന്ത മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിൽ എത്തിച്ചത് ആരാ? അതൊക്കെ വളരെ വിഷയം. ഒരു മലക്ക ഭ്രൂണത്തിന് 4 മാസം പ്രായമാകുമ്പോ ആ ഭ്രൂണത്തിന്റെ അകത്തേക്ക് ഇതിനെ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് ഒരു മലക്ക. മലക്കിന്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് ഈ ഭ്രൂണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒരു തരി മൺതരി എല്ലാം കൂടി കൂട്ടിട്ട് വളരെ ചെറിയ ഒരു സാധനം. അതിങ്ങനെ വളർന്ന് വളർന്ന് വലുതായിട്ടൊരു വായു ഗുളികയുടെ വലിപ്പത്തും 4 മാസമാകുമ്പോൾ. അപ്പോഴാണ് ഈ ആത്മാവ് കൊണ്ടുപോയിട്ട് സന്നിവേശിപ്പിക്കുന്നത്. അതോടുകൂടി ആത്മാവ് ഇങ്ങനെ ഇങ്ങനെ സജീവായി. അപ്പൊ കുട്ടികൾ ഗർഭമുള്ള പെണ്ണുകൾ അനക്കുണ്ട്. അപ്പോഴാ തുടങ്ങാൻ അനങ്ങാൻ. പിന്നെ ചോദിക്കും അനക്കല്ലേ? അതല്ല രസം. ഈ നല്ല ഗർഭമുള്ള സമയത്ത് പെണ്ണുങ്ങൾ സർവ്വ പണിയെടുക്കണം എന്നാണ് ഖുർആൻ. അങ്ങനെ പറഞ്ഞ എല്ലാ പണിയെടുക്കണം, നല്ല ജോലിയൊക്കെ ചെയ്യണം. ചെറിയ പണിയൊന്നുമല്ല, എല്ലാ പണിയെടുക്കണം. നല്ല സുഖമായിട്ട് പ്രസവിച്ചു പോരൂ. 10 മാസം ഗർഭം ധരിച്ച് ഇങ്ങനെ പ്രസവിക്കാൻ അടുത്ത് നിൽക്കുന്ന മറിയം ബീവിയോട് ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? നല്ലൊരു കാരക്കം മരം പിടിച്ച് കുലുക്കാനാ പറഞ്ഞത്. ഒരു കാരക്കം മരം പിടിച്ച് ഒരു തെങ്ങ് പിടിച്ച് കുലുക്കാൻ വേഗം കുലുങ്ങൂലേ? ഒന്ന് പോണേ. ഒരു തെങ്ങ് പിടിച്ചൊരു പെണ്ണ് കുലുക്കാൻ തന്നെ കുലുങ്ങൂലേ? ഖുർആൻ പറഞ്ഞെന്താ? കർമൂസക്ക് വേണ്ടി കുലുക്കും പോലെ കുലുക്കാൻ പറഞ്ഞു. ഈന്തപ്പന മരം ഇളകല്ലേ, തെറ്റുപോവും. അങ്ങനല്ല പറഞ്ഞു. അല്ലെങ്കിൽ എന്തൊരു വിവരക്കേടാ മനുഷ്യന്മാർക്ക് അല്ലേ? എന്ത് പറഞ്ഞു ഞാൻ പോയി പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്ക് അഭിപ്രായമല്ല. ശരി, ഞാൻ പറയാം, സത്യമാണ് പറയാം. ഡോക്ടർമാർ ഗർഭട്ടോ അനങ്ങരുതേ, അനങ്ങിയാ എന്താ അനങ്ങിയാലാകുക? അനങ്ങിയാ അത് പോവും. എന്നാ പിന്നെ ഈ അനധികൃതമായിട്ട് ഗർഭം ധരിക്കുന്ന പെണ്ണുങ്ങൾക്ക് 4 ചാട്ടം ചാടിയാ പോരെ? എവിടെങ്കിലും പോയി സിസേറിയൻ ചെയ്യണോ? അപോഷം നടത്തേണ്ട കാര്യമുണ്ടോ? ഒരു പെണ്ണ് അനാധികമായിട്ട് ഗർഭം ധരിച്ചു. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നടക്കുന്ന പരിപാടി തന്നെ. എന്നാ പിന്നെ അത് ആരും അറിയാതിരിക്കാൻ വേണ്ടി 4 ചാട്ടം ചാടിയാ പോരെ? വിവരക്കേട്. ഇങ്ങനെ പാടുപെടേണ്ട കാര്യമുണ്ടോ? അപ്പൊ ശരിക്ക് ഖുർആൻ പറഞ്ഞതാ ശരിക്ക് കുലുക്കാൻ. അത് ഭയങ്കര ഇമാം ഫഖറുദ്ദീൻ റാസി എഴുതി. അത് പാഠമാണ്. ഗർഭമുള്ള പെണ്ണുങ്ങളെല്ലാം ജോലിയും ചെയ്തോളണം. അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റ് എടുക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ഗർഭം ധരിക്കുന്ന സമയത്ത് എല്ലാവിധ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പ്രസവിക്കപ്പെട്ടാൽ ആ പ്രസവിക്കപ്പെട്ട പെണ്ണുങ്ങളുടെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങില്ല, കരഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പൊ പിന്നെ കുട്ടികളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. അപ്പൊ കരഞ്ഞാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്. ഡോക്ടർമാർക്ക് അറിയാം കുട്ടികൾ എന്തിനാ കാര്യമാണ്. എങ്ങനെ അറിയാം? ആർക്കപ്പോ അതറിയാം. അപ്പൊ അവര് പറയുന്നത് അവിടെ നോക്കി ചെവി വേദന ഉണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു വിധ മരുന്നൊക്കെ കൊടുത്തു നോക്കും.
എന്നിട്ടൊന്നും പിന്നെന്താ ചെയ്യ? അപ്പൊ നോർമൽ ഒരു പ്രശ്നവുമില്ലാത്ത ഗർഭമുള്ള സമയത്ത് എല്ലാവിധ ജോലിയും ചെയ്ത് അടിച്ചുവാരി കഴുകി അതുപോലെ അലക്കി ഇങ്ങനെ സർവ്വ ജോലികളും ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ വയറ് ആ കുട്ടിക്ക് നല്ല തൊട്ടിലാണ്. അതുകൊണ്ട് പകൽ സമയത്ത് തൊട്ടിലാടുമ്പോൾ എങ്ങനെ ആടി കുട്ടി നന്നായി ഉറങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഗർഭമുണ്ടായി പരിചയമല്ലോ. അതേ സമയത്ത് പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കേണ്ടി, രാത്രിയാണ് ഈ കുട്ടികളൊക്കെ ഇളകല്. ഗർഭമുള്ള പെണ്ണുങ്ങൾ ഇളകലും ചാടലൊക്കെ എപ്പോഴാണ്? അപ്പൊ ഈ കുട്ടികൾക്ക് രാത്രി നല്ല അടക്കാപ്പോലും ഭയങ്കര ആട്ടവും ചാട്ടവും ഒക്കെ തുടങ്ങും. പകലും ആടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രസവിക്കപ്പെട്ട കുട്ടികളോ അവര് കുറച്ചു കാലം ഞാനെ തുടരും. രാത്രി ഉണരുക, പകല് ഉറങ്ങുക. അതന്നെ പ്രസവിക്കണവരെ അവരെങ്ങനെ പകല് ഉറങ്ങുക, രാത്രി ഉണരുക. ആ നിലപാട് കുട്ടികൾ തുടരും. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികൾക്ക് ഭയങ്കര കരച്ചിലായിരിക്കും രാത്രി. അതിന് നിങ്ങൾ ഒറ്റടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കണ്ട. അതിന്റെ ശരിയായ വശ ഞാനാ പറഞ്ഞത്. അതേ ബെഡ് റെസ്റ്റ് എടുക്കണ കുട്ടിയാ, പെണ്ണ് നേരം വെളുത്ത കിടക്കുക, അനങ്ങിയാലിങ്ങനെ കിടക്കല്ലേ, ആ പെണ്ണിന്റെ കുട്ടിക്ക് എപ്പോഴും കണക്കാ. അതേ പ്രസവിച്ചാലും സാറായിട്ട് കിടക്കുന്നു. മര്യാദയ്ക്ക് പ്രസവിച്ച് പോരൂല. ബെഡ് റെസ്റ്റ് എടുത്താൽ മര്യാദയ്ക്ക് പ്രസവിച്ചു പോരില്ല. കാരണം എന്താ? നമ്മൾ പ്ലാസ്റ്റർ ഇട്ടാൽ എങ്ങനെ? കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് വെറുതെ ഇട്ടാണ് എന്തോ പൊട്ടുണ്ടായിട്ട്. എന്നാ പിന്നെ പ്ലാസ്റ്റർ കഴിച്ചാൽ കൈ അതേ ഇളക്കാൻ കഴിയുമോ? കഴിയില്ല. അത് കുറെ കാലം അങ്ങനെ പിന്നെ ഇങ്ങനെ പതുക്കെ 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 തെറാപ്പി ചെയ്തിട്ട് ഇങ്ങനെ ശരിയായി വരണം. അതേമാതിരി തന്നെ പെണ്ണുങ്ങൾ ആ ബെഡ് റെസ്റ്റ് കിടന്നാൽ മര്യാദ അങ്ങനെ കിടക്കും. ഈ ആത്മാവിന് ഒരു മനുഷ്യക്കുകയാണ്. നോർമലായ നിലക്ക് ഒരു മനുഷ്യൻ മരിക്കുന്ന രംഗം നിങ്ങൾക്കറിയുമോ? ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിക്കുന്നതിന് 2 മലക്കുകൾ വരുന്നു. ആ 2 മലക്കുകൾ വന്നിട്ട് തുടങ്ങുന്നത് എങ്ങനെയാ? സുബ്ഹാനല്ലാഹ്, ഈ ശരീരത്തിൽ മൊത്തം കിടക്കുന്ന ആത്മാവ്, മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ആത്മാവിനെ വളരെ സാഹസപ്പെട്ട് മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഭാഗത്തേക്ക് ഒരുമിച്ചുകൂടാൻ തയ്യാറാവുകയില്ല. മലക്കുകൾ വളരെ സാഹസപ്പെട്ടുകൊണ്ട് മുട്ടുവരെ എത്തിക്കുന്നു. മുട്ടിൻകാൽ അരവരെ വേറെ മലക്കുകൾ എത്തിക്കുന്നു. വേറെ മലക്കുകൾ വന്നുകൊണ്ട് നെഞ്ഞി വരെ എത്തിക്കുന്നു. സഹോദരാ, ഈ വിഷയം എവിടെയും പറഞ്ഞാൽ എത്തൂല. ഞാനതിന്റെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു. ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ നെഞ്ഞ് ശക്തമായിട്ട് വേദനയാകുന്നതാണല്ലോ നമുക്ക് അനുഭവപ്പെടാറുള്ളത്. നെഞ്ഞ് വേദന വരുമ്പോഴേക്കും ആളുകൾക്ക് മരണത്തിന്റെ വേദനയാണോ? വേണ്ട, പേടിക്കണ്ട. ഈ ദുനിയാവുന്ന് നീ പിരിയുകയാണ്, നീ മരിക്കുകയാ. നിന്റെ ദേഹവും ദേഹിയും എത്രയാ നിങ്ങൾക്കറിയുമോ? ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരി വേദന എത്രയാ? ഉപ്പമാര് മരിച്ചവര് നിങ്ങളെ, ഉമ്മമാര് മരിച്ചവര് നിങ്ങൾ കേൾക്കണോ? വിവരമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് മുഴുവനും നമുക്ക് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, കാര്യങ്ങൾ മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരു മനുഷ്യമയത്തിൽ ഞാൻ ചോദിക്കട്ടെ സഹോദരാ, മുറയിടാതെ ശബ്ദിക്കാതെ സഹിച്ചു നിൽക്കാൻ ഇല്ല. ആ ഒരു മുള്ളാണ് നിന്റെ കയ്യിന്റെ വിരലിന്റെ കരയുന്നത്. എന്താണ് മോനെ? ഒരു പോയിന്റിന്റെ സ്ഥലത്തു മാത്രമാ നിനക്ക് വേദനയുള്ളത്. അത്ര സ്ഥലം നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുകയാണ്. ഈ മുള്ളാണി അങ്ങോട്ട് കയറുന്ന അത്രയും സ്ഥലത്ത് നിന്റെ ആത്മാവ് നിന്നിൽ നിന്ന് മാറി നിൽക്കുകയാ. അതിന്റെ വേദനയാണ്. അതേ സമയത്ത് മരിക്കുന്ന സമയത്ത് നീ ചിന്തിച്ചോ, നിന്റെ ശരീരത്തിന്റെ എല്ലാ രോമക്കുത്തുകളിൽ കൂടെയും ഇതുപോലെ ആണികൾ കേറുമ്പോൾ എന്താ നിനക്കുണ്ടാകുന്നത്? അതായിരിക്കും നിന്റെ മരണത്തിന്റെ വേദന. നിന്റെ കണ്ണിൽ കൂടി, ദ്വാരങ്ങളിൽ കൂടി രോമ കൂടി, നിന്റെ സർവനഖങ്ങളിൽ കൂടിയിട്ട് ഏതെല്ലാം സ്ഥലം ശരീരത്തിലുണ്ടോ അതിൽ കൂടി മുഴുവനും ഇതുപോലത്തെ ആണികൾ
നീ ഒന്ന് നിന്റെ മരണത്തിന്റെ വേദന ചുറ്റുഭാഗത്തും ആണിക്കൂർത്ത ആണികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നിന്റെ മലദ്വാരത്തിൽ കൂടി അകത്തേക്കങ്ങ് കടത്തിയിട്ട് നിന്റെ വായിൽ കൂടി ചാടിച്ചിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ നിന്റെ രണ്ട് തോളത്തും ചവിട്ടിപ്പിടിച്ചിട്ട് ഈ ഇരുമ്പിന്റെ ദണ്ട് ശരിക്കുമൊന്ന് കുലുക്കിയിട്ട് പുറത്തു വായിൽ കൂടി വലിച്ചെടുത്താല് എന്താ നിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്? അതാ നിന്റെ മരണത്തിൽ സംഭവിക്കുന്നത്. ഇത് അനുഭവിച്ചിട്ടാ നിന്റെ ഉപ്പ മരിച്ചിട്ടുണ്ടാവുക, ഇത് അനുഭവിച്ചിട്ടാ നിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ടാവുക, ഇത് അനുഭവിച്ചിട്ടാ മരിച്ചവര് മുഴുവനും മരിച്ചിട്ടുണ്ടാവുക. ബഹുമാനായ ഗസാലി ഇമാം ചോദിക്കുന്നു, ബുദ്ധിയില്ലാത്ത മനുഷ്യ നീ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വേദനിക്കുന്ന മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കരയുന്നില്ലല്ലോ, വിളിയും ഉണ്ടാക്കുന്നില്ലല്ലോ, കയ്യും കാലും നിരത്തിട്ടടിക്കുന്നില്ലല്ലോ, അവൻ കൊതറുന്നില്ലല്ലോ എന്ന് നീ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വിവരമുള്ള ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പഠിപ്പിക്കുന്നു, മോനെ ആ സമയത്ത് നിനക്ക് കരയാൻ കഴിയാത്തത്, നിനക്ക് ആർക്കാൻ കഴിയാത്തത്, നിനക്ക് പെടയാൻ കഴിയാത്തത്, നിന്റെ കയ്യിന്റെ വിരലിന്റെ നഖത്തിൽ കൂടി ആണി അങ്ങോട്ട് തറച്ചപ്പോൾ നിനക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ട്, നിനക്ക് പെടയാനും കൊതറാനും കഴിഞ്ഞിട്ടുണ്ട്, നിനക്ക് ആർപ്പും വിളിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തേ? ആ ഒരു സ്ഥലത്ത് മാത്രമേ നിനക്ക് വേദനയുള്ളൂ, അവിടെ മാത്രമേ നിന്റെ ആത്മാവ് പിരിയുന്നുള്ളൂ, അവിടെ മാത്രമേ നിനക്ക് പ്രശ്നമുള്ളൂ. അതേ സമയത്ത് നിന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഫ്രീ ആയതുകൊണ്ട് നിനക്ക് ശരിക്കും കൈകാലുകൾ നിരത്തിട്ടടിക്കാൻ കഴിയും, നിനക്ക് ആർപ്പും വിളിയും ഉണ്ടാക്കാൻ കഴിയും, നിന്റെ സർവ്വ അവയവങ്ങളെ കൊണ്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതേ സമയത്ത് മരിക്കുന്ന സമയത്ത് കരയാൻ നിനക്ക് കഴിയില്ല, പെടയാൻ നിനക്ക് കഴിയില്ല. നിന്റെ ചങ്കിൽ മൊത്തം വേദനയാ, നിന്റെ നാവിന് മൊത്തം വേദനയാ, നിന്റെ കണ്ണിന് മൊത്തം വേദനയാ, നിന്റെ കൈകൾ വേദനയാ, നിന്റെ മോനെ ഒരു പോയിന്റ് സ്ഥലം പോലും വേദനിക്കാത്തതില്ല. അതുകൊണ്ട് കഴിയില്ല നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകാനല്ലാതെ ദയനീയമായി തൊട്ട് നിൽക്കുന്ന ആളുകളെ കൊള്ളത്തുറിച്ച് നോക്കിയിട്ട് നിനക്ക് കണ്ണുനീർ പൊഴിക്കാനല്ലാതെ ആ സമയത്ത് കരയാൻ നിന്നെ കൊണ്ട് കഴിയില്ല, ആർക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല, പെടയാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഈ രൂപത്തിൽ ആത്മാവിനെ ശരിക്കും വലിച്ചെടുത്തിട്ട് ഈ ആത്മാവ് അങ്ങ് പറ്റിപ്പിടിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇത് പിരിഞ്ഞു പോരൂല ഒരിക്കലും. ഇത് ആത്മാവിനെ വിട്ട്, ഈ ആത്മാവ് ഹൃദയത്തെ വിട്ടു പോരൂല. ആ സമയത്ത് ഹൃദയത്തിന്റെ താഴ്ഭാഗത്ത് വന്ന് ഖറബുൽ അംലാക്ക് മലക്ക് ഇരുമ്പിന്റെ ചെറിയൊരു കൊക്ക കൊണ്ട് നിന്റെ ആത്മാവിനെ കൊളുത്തി വലിച്ചിട്ട് നിന്റെ വായപ്പോഴേക്കങ്ങ് പൊളന്നു പോവുകയാ, നിന്റെ കണ്ണുകൾ തുറിച്ചു പോവുകയാ. ഈ ആത്മാവായിട്ടങ്ങ് പിരിയുന്ന പിന്നീട് സംഭവിക്കുന്നതെന്താ? ഹബീബ് ഇൻകലക്ഷൻ വരുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് കാശ് കൊടുക്കണം. നമ്മുടെ SSFന്റെ SVSന്റെ പ്രവർത്തകരുടെ പരിപാടിയാണ്, ധാരാളം ചെലവുണ്ട്, നിങ്ങൾ സദക്ക നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എടുത്തോളൂ. അപ്പൊ ഈ ആത്മാവ് ആ രൂപത്തിൽ നിങ്ങൾ പുറത്തേക്ക് വലിച്ചെടുത്തു. ഇനി ഇവിടെ ഇതുവരെ നമുക്കറിയാം. ഇനി എന്താ ചെയ്യണത്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ. ഇനി നമ്മൾ കേൾക്കണം. ആ മലക്ക് വന്നിട്ട് കുറേ സ്വർഗത്തിലെ വസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് മുഅ്മിനായ മനുഷ്യനല്ലേ പറയുന്നുള്ളൂ, മറ്റേത് നമ്മൾ പറയുന്നില്ല. ആ ആത്മാവ് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കും, തുള്ളിക്കൊണ്ടിരിക്കും. ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടികതങ്ങ് പൊതിഞ്ഞു പോകുമ്പോ ഇവിടെ നോക്കണം. ആളുകൾക്ക് എന്താ അത് കേൾക്കണ്ടെന്നാ തോന്നുന്നത്. അത് പൊതിയുന്ന സമയത്ത് ആ ആത്മാവിന്റെ കൂടെ വേറൊരു സാധനം വെക്കുന്നുണ്ട്.
അതും കൂടി കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെ ശരീരത്തിലും ഒരു ചെറിയ മെമ്മറി ഫിറ്റ് ചെയ്തു. മനുഷ്യന്റെ ഇടത്തും വലത്തും മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓരോ മനുഷ്യന്റെയും ഇടത്തും വലത്തും ചെറിയൊരു മെമ്മറി ഉണ്ട്. 10-30 കൊല്ലം മുമ്പ് ഇങ്ങനൊരു മെമ്മറിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രഭാഷണം നടത്തിയാൽ ആർക്കും അത് മനസ്സിലാവില്ല. എന്താ റബ്ബേ മെമ്മറി? എന്നാൽ ഇന്ന് എല്ലാവർക്കും അറിയാം, അവനവന്റെ മൊബൈലിൽ ചെറിയ മെമ്മറി ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരുടെ കയ്യിൽ ചെറിയൊരു സാധനമാണ്. ആ മെമ്മറി ഇങ്ങോട്ട് എടുത്തിട്ട് ആ മെമ്മറി നിങ്ങളുടെ പുറത്തേക്ക് നോക്ക്, വെളിച്ചത്തേക്ക് വെച്ച് നോക്കുമ്പോ ആ മെമ്മറി ഒരു ചെറിയ കമ്പി, ഒരു ചെമ്പിൻ, ആ ചെമ്പിൻ മോനെ മെമ്മറി എത്ര ചെറുതാണത്. സുബ്ഹാനല്ലാഹ്, അതിന്റെ കൂടെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഫൈബറിന്റെ ആ ബാക്കി വെറുതെയാണ്. ആ ശരിക്ക് ചെമ്പിന്റെ കമ്പി മാത്രമാണ് മെമ്മറി എന്ന് പേരുള്ള സാധനം. ആ മെമ്മറിയിൽ എത്ര GB-യാണ്? 2 GB, 8 GB ഒക്കെ പോയി. ഒരു പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള മെമ്മറിയിൽ, 1 കിലോ പഞ്ചസാരയല്ല, ഒരു പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള മെമ്മറിയിൽ 2000 GB ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ഇന്ന് ലോകം തെളിയിച്ചു, ശാസ്ത്രജ്ഞന്മാര് തെളിയിച്ചു. നമ്മുടെ സുബ്ഹാനല്ലാഹ്, ഈ ഫോണിലൊക്കെ 8 GB-യുള്ള മെമ്മറി, ഇതെല്ലാം കാര്യങ്ങളാണ് കഴിയുന്നത്. എത്ര പ്രോഗ്രാമുകളാണ് അത്. ഇന്ത്യത്തിന്റെ മൊത്തം എത്ര ഭൂമിയുണ്ട്, ആ ഭൂമിയും സാധിക്കുന്ന പ്രവർത്തനങ്ങളും അതിൽ സേവ് ചെയ്യുന്നുണ്ട്, ഒപ്പിയെടുക്കുന്നുണ്ട്. നീ ചെയ്യുന്ന ങ്ങളും പകർത്തുന്നുണ്ട്. CCTV പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ. അവര് മനുഷ്യ ശരീരത്തിൽ പടച്ച റബ്ബ് ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയിൽ ഒപ്പുന്നുണ്ട് കേട്ടോ. മുസ്ലിം ചെറുപ്പക്കാരെ, ഇത് ഇപ്പോൾ അങ്ങ് വെറുതെ പറയുകയല്ല. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ്, അവന്റെ കലാമല്ലേ ഈ വിശുദ്ധ ഖുർആൻ, ഈ ഹബീബ് നമ്മെ പഠിപ്പിച്ചില്ലേ? ഈ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ സംസാരിക്കുന്നതും മനുഷ്യൻ ചെയ്യുന്നതുമൊക്കെ എഴുതി വെക്കുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ല. അന്ന് നമ്മുടെ ഉസ്താദുമാര് അലിമീങ്ങള് രൂപത്തിൽ മനസ്സിലാകാൻ വെച്ചതാണ്. എല്ലാം എഴുതി വെക്കുകയാ, മലക്കുകൾ എഴുതുകയാ. എടുത്തും കൊണ്ട് മലക്കുകൾ എഴുതുന്നു എന്ന് പടച്ച റബ്ബിന്റെ വിശുദ്ധ മോദിയിട്ട് നമുക്കവര് മനസ്സിലാകുന്ന ഭാഷയിൽ നിന്ന് പറഞ്ഞു തന്നതാണ്. പക്ഷേ അതങ്ങനെയല്ല. ഒരു മനുഷ്യൻ ഒഴിയുന്നതല്ല, ഒരു കാര്യം ക്കുന്നതല്ല, അവന്റെ അടുത്ത് മലക്കുകൾ ഉണ്ടായിട്ടല്ലാതെ മലക്കുകൾ മുസ്ലിമീങ്ങളെ. അതുകൊണ്ടാണ് ഹബീബ് നമ്മെ പഠിപ്പിച്ചത്, ഈ മലക്കുകൾ മാന്യന്മാരായ മലക്കുകളായതുകൊണ്ട് ചര്യതയിലേക്ക് നോക്കുന്നത്, ഈ സ്വകാര്യമായിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക്, അതേ ബാത്റൂം മലക്കുകൾ കയറുന്നതല്ല. നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധം ചെയ്തെടുത്ത ബന്ധത്തിലേർപ്പവരെ മാന്യന്മാർക്ക് വരാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അതേ സമയത്ത് നീ മൂത്രപ്പുരയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോ, നീ ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോ, ബാത്റൂമിൽ വെച്ച് സംസാരിക്കുമ്പോ, നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഓ മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് നീയോ മരിച്ചാൽ ഞാൻ, നിന്റെ ഉപ്പ മരിച്ചാ ഉമ്മ മരിച്ചേ. ആളുകൾ എന്തെങ്കിലും പഠിക്കണ്ടേ? എന്തായിരിക്കും എന്റെ സ്പീഡ്? ആ സ്പീഡിൽ അത് പോണത്.
പോകുമ്പോൾ 7 ആകാശങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 7 പാറാവുകാരായ മലക്കുകളെ നിർത്തിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, 7 ആകാശങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ 7 മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോ മലക്കിനെയും ഓരോ ആകാശത്ത് കവാടത്തിന്റെ അടുത്ത് കാവൽക്കാരനാക്കി നിർത്തിയിട്ടുണ്ട്. ഏതുപോലെ അതുകൊണ്ടാണ് മിഅ്റാജിന്റെ രാത്രിയിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആകാശത്തിന്റെ കവാടത്തിൽ ചെല്ലുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അവിടെയുള്ള മലക്ക് ചോദിക്കുന്നു, ആരാ? ഇത് ജിബ്രീലാണ്. കൂടെ ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ ആ കവാടത്തിങ്ങൾ ചെന്ന് സമ്മതം ചോദിച്ച് കവാടം തുറക്കാതെ അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഈ ദുനിയാവിൽ നിന്നൊരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ ആത്മാവുമായിട്ട് ഈ പൊതിഞ്ഞായിട്ട് ചെല്ലുമ്പോൾ ആകാശത്തിന്റെ കവാടത്തിങ്ങലെത്തുമ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഡ്യൂട്ടിയുള്ള മലക്ക് ചോദിക്കും, ഇതാരാ? ഇത് ഇന്നാലിന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ആത്മാവിന്റെ കൂടെ വെച്ചിരിക്കുന്ന ഒരു മെമ്മറി ഇല്ലേ, ഈ മെമ്മറി അങ്ങ് കൊടുക്കുമ്പോൾ ഈ മലക്ക് പരിശോധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളാരെങ്കിലും ഇവിടുന്ന് ഗൾഫിലേക്കോ മറ്റോ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ എയർപോർട്ടിന്റെ കവാടത്തിങ്കൽ നിൽക്കുന്നുണ്ട് 2 പോലീസുകാര്. അവരെ കൈകളിൽ തോക്കുകളുണ്ട്. ആ തോക്കും പിടിച്ചു നിൽക്കുന്ന പോലീസുകാരങ്ങോട്ട് കടക്കുമ്പോൾ ആ പോലീസുകാരൻ നിന്നെ പരിശോധിക്കുന്നു. നിന്റെ പാസ്പോർട്ട് ശരിയാണോ എന്ന് നോക്കുകയില്ല, നിന്റെ ലഗേജുകളൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കുകയില്ല. എയർപോർട്ടിലേക്ക് അങ്ങ് കടക്കുന്ന സമയത്ത് ഈ പോലീസ് നോക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ടിക്കറ്റ് കൺഫേം ആണോ? നിന്റെ ടിക്കറ്റ് കൺഫേം ആണെങ്കിൽ അകത്തേക്ക് കയറ്റിവിടും, അല്ലെങ്കിൽ നിന്നെ പുറത്തേക്കാട്ടും, പിന്നെ അങ്ങോട്ട് കടത്തുകയില്ല. ഇതേ ഒരു നിലപാട് നിന്റെ ആത്മാവുമായിട്ട് മലക്കുകൾ അങ്ങ് ചെല്ലുമ്പോൾ നിന്റെ മെമ്മറിയിൽ ഈ മലക്ക് നോക്കുന്നത് എന്താണ്? നീ 5 വഖത്ത് നിസ്കരിച്ച മനുഷ്യനാണോ എന്ന് നോക്കുകയില്ല, നീ നോമ്പ് കൃത്യമായിട്ട് അനുഷ്ഠിച്ചിരുന്നോ നോക്കുകയില്ല, കള്ളു കുടിച്ചിരുന്നോ, പെണ്ണി പിടിച്ചിരുന്നോ, വ്യഭിചരിച്ചിരുന്നോ നോക്കുകയില്ല, കളവ് പറഞ്ഞിരുന്നോ നോക്കുകയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, SSFന്റെ പ്രവർത്തകരോട്, SYSന്റെ പ്രവർത്തകരോട് നിങ്ങളെ ഞാൻ വളരെ വേദനയോട് കൂടെ പറയുകയാണ്. എല്ലാ മാസവും ഞങ്ങൾ ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. വർഷവും ഞങ്ങൾ വാർഷികം കൊണ്ടാടിയിട്ട് പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളോട് ആലിമീങ്ങൾ പറഞ്ഞു തന്നില്ല. പറയരുതേ മക്കളെ, പറയരുതേ സഹോദരങ്ങളെ, ഞാനിതാ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മളങ്ങ് മരിച്ച് ആത്മാവുമായിട്ട് മലക്ക് ചെല്ലുമ്പോൾ ഒന്നാം ആകാശത്തെത്തുന്ന സമയത്ത് അവിടുത്തെ പറാവുകാരനാകുന്ന മലക്ക് നോക്കുന്നത് എന്താ പരിശോധിക്കുന്നതെന്നറിയുമോ? ഈ മനുഷ്യന്റെ വിശ്വാസം ക്ലിയർ ആണോ എന്ന് മാത്രമാണ് നോക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, കിതാബുകളെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇവൻ ശരിയാം വിധം വിശ്വസിച്ചിട്ടുണ്ടോ? ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? സ്വർഗത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? നരകത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഖബറിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? മരണത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഇവൻ ശരിക്ക് വിശ്വസിച്ചിട്ടുണ്ടോ? 90,000 അത്ഭുതങ്ങൾ ലോകത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച
വിശ്വാസം ശരിക്ക് വിശ്വസിച്ചിട്ടുണ്ടോ, ഇവന്റെ വിശ്വാസം ക്ലിയർ ആണോ എന്ന് മാത്രമാണ് മലക്ക് നോക്കുന്നത്. ഇവന്റെ വിശ്വാസം ക്ലിയർ ആണെങ്കിൽ ആത്മാവിനെ സെൻ ചെയ്തിട്ട് തൊട്ടടുത്ത ആകാശത്തിലേക്ക് സെലക്ട് ചെയ്യുകയാണ്. അതേ സമയത്ത് ഇവന്റെ വിശ്വാസം ക്ലിയർ അല്ല, ആഖിറത്തെ കുറിച്ചറിയില്ല, നരകത്തെ കുറിച്ചറിയില്ല, സ്വർഗത്തെ കുറിച്ചറിയില്ല, ആത്മാവിനെ കുറിച്ചറിയില്ല, മലക്കുകളെ കുറിച്ചറിയില്ല, ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. ഇവന്റെ ആത്മാവ് മടക്കി ചുരുട്ടിയിട്ട് ആ മലക്ക് വാങ്ങിയിട്ട് താഴേക്ക് വലിച്ചെറിയുന്നത് വിശുദ്ധ ഖുർആൻ. ഇന്നല്ലദീന കദ്ദബൂ ബിആയാ واستكبروا عنها لا تفتح لهم أبواب السماء. നമ്മുടെ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങളായത്തുകളെ കുറിച്ച് വിശ്വാസമില്ലാതെ അതൊക്കെ തള്ളിക്കളഞ്ഞവർ എന്ത് ഖുർആൻ, എന്ത് മഹ്ശറ, എന്ത് നരകം, എന്ത് സ്വർഗം, എന്താത്മാവ്, എന്ത് മരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം തള്ളിക്കളയുന്നവരില്ലയോ, ശ്രദ്ധിക്കാത്തവരില്ലയോ, ചിന്തിക്കാത്തവരില്ലയോ, ഭാവത്തോടെ കാണുന്നവരില്ലയോ? ആ ആളുകൾ മരിച്ചാത്മാവുമായിട്ട് മലക്കുകൾ മേൽപോട്ട് ചെല്ലുമ്പോൾ ലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമാ, അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടൂല, അവരെ മേൽപോട്ട് കേൾക്കപ്പേറ്റപ്പെടൂല, ആത്മാവ് ഉയർത്തപ്പെടൂല. ആകാശത്തിന്റെ താഴേക്ക് വലിച്ചെറിയുമ്പോൾ ഔ തഹ്വീ ബിഹി റിഹു ഫീ മകാനിൻ സഹീഹ്, ഏതെങ്കിലും അഗാധ ഗർത്തത്തിൽ ചെന്ന് ആത്മാവ് പതിക്കുകയോ അത് യോ വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു. വിശ്വാസം ശരിയില്ലാത്ത ആത്മാവിനെ മലക്ക് വാങ്ങിയിട്ടൊരു ഒറ്റ ഏറാണ്. ഔ തഹ്വീ ബിഹി റിഹു ഫീ മകാനിൻ സഹീഹ്, ഏതെങ്കിലും ഗർത്തത്തിൽ ചെന്നത് വീഴും. എന്താ നിങ്ങൾ കേൾക്കുന്നത്? എന്താ ഞാൻ പറയുന്നത്? എന്താ ഈ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് അബൂജഹലിന്റെ വിശ്വാസം വരാതിരുന്നത്, ഇതാണ് ഉത്ബത്തിന്റെ വിശ്വാസം വരാതിരുന്നത്, ഇതാണ് ശൈബത്തിന്റെ വിശ്വാസം വരാതിരുന്നത്, ഇതാണ് അബൂലഹബിനെ വിശ്വസിക്കാൻ കഴിയാതിരുന്നത്, ഇതാ വലീദ് ഇബ്നു മുഗീറക്ക് അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. ഇതുകൊണ്ടാണ് മുത്തനബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഇതൊക്കെ പറയുന്ന മുഹമ്മദേ ഇന്നക ലമജ്നൂൻ, നിന്റെ തലക്ക് ഭ്രാന്താണ്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞമ്മക്ക് എത്ര വിശ്വാസം ഉണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാ അവര് പൊട്ടന്മാരാ? അല്ല, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. കുട്ടികളെ കല്ലെറിയവനെ, ആട്ടിയോടിക്കവനെ, ഭ്രാന്തനാണവൻ എന്ന് പറഞ്ഞ് മക്കക്കാർ ആക്രോശിച്ചു മുഹമ്മദ്. ഞാൻ ചോദിക്കും, നമുക്ക് എത്ര വിശ്വാസമുണ്ട്? ഇരിക്കട്ടെ, രണ്ടാം ആകാശത്തേക്ക് ശരിക്കും വിശ്വാസമൊക്കെ ക്ലിയർ ആണെങ്കിൽ രണ്ടാം ആകാശത്തേക്ക് എത്തും. രണ്ടാം ആകാശത്തെ മലക്ക് എന്താണെന്നറിയോ? അയാൾ വിശ്വാസം ഇനി നോക്കൂല. നമ്മൾ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എമിഗ്രേഷൻ കൗണ്ടറിൽ ചെല്ലും. അവിടെ എന്താ നോക്കുക? രണ്ടാം ആകാശത്തെ മലക്ക് നോക്കുന്നത് ഈ മനുഷ്യന്റെ നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ഇയാൾ നിസ്കാരം ക്ലിയറായി നിസ്കരിച്ച ആളാണോ? നിസ്കരിക്കുന്ന നിസ്കരിച്ച ആളാണ്. നിസ്കാരം ഇവിടെ നടക്കുന്ന ബോധം എവിടെയോ ഉള്ളത്. ആ നിസ്കാരം മടക്കി ചുരുട്ടി എറിയ മുഖത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ഇത് സത്യമാണെന്ന് തെളിവ് ഈന്തപ്പനയെ നടത്തിയിട്ട് മുത്തുനബി ഇത് സത്യമെന്ന് തെളിയിക്കാനാ. ഈ നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മുജാത്തുകൾ കാണിച്ചു കൊടുത്തത്? അല്ല. ഈ നോമ്പ് പഠിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. ഈ കാര്യങ്ങൾ, ഈ മറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതൊക്കെ പറയാനൊരു ഏറ്റവും ഒരു 10 ദിവസത്തെ പ്രഭാഷണം വേണം. ഞാൻ നിർത്തി. ആ 7 ആകാശവും കഴിഞ്ഞാൽ അള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. ഈ ആത്മാവിന്റെ റബ്ബത്ത് കൊണ്ടുപോയി വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിയാൽ
അതാ റഹ്മത്തിന്റെ നോട്ടെന്ന്. അള്ളാന്റെ അടുത്തെത്തി അള്ളാന്ന് നോക്കിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോയി, പിന്നെ ഒരു പ്രശ്നമല്ല. മറക്കേണ്ടതൊക്കെയും റബ്ബ് പൊറുക്കും, അനുഗ്രഹിക്കും. അതാ റബ്ബ് നോക്കൂല ഹദീസിലൊക്കെ റബ്ബ് നോക്കൂല എന്നാ. അതാ റബ്ബ് നോക്കിയോ സലാമത്തായി പോയി. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ഈ ആത്മാവങ്ങ് കൊണ്ടുവെക്കുമ്പോൾ അല്ലാഹ് പരിശോധിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹ് പരിശോധിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹ് അറിയാൻ വേണ്ടി പരിശോധിക്കല്ല, അല്ലാഹ്ക്കല്ലാതെ തന്നെ അറിയില്ലേ. അല്ലാഹ് പരിശോധിക്കുന്നത് എന്താ? മലക്കുകൾക്ക് കാണാൻ കഴിയാത്ത, ക്യാമറയിൽ പകർത്താത്ത ഒരു കാര്യമുണ്ട്. അതാണ് മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ ആത്മാർത്ഥത. അത് ക്യാമറയിൽ കാണില്ല, അത് മലക്കുകൾക്കറിയില്ല. നിസ്കരിക്കുന്നോ ഇല്ലേ മലക്കുകൾക്കറിയാം, അവർ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നോമ്പ് നോറ്റിട്ടുണ്ടോ അല്ലേ മലക്കുകൾക്കറിയാം, അത് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നീ ചില ദിക്റുകൾ സ്വലാത്തുകളൊക്കെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. പക്ഷെ നിനക്ക് ആത്മാർത്ഥതയുണ്ടോ? അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചതാണോ? ഈ ആത്മാർത്ഥത നോക്കുന്നത് പടച്ച റബ്ബാണ്. അമലുകൾ മാറ്റി നോക്കുന്നവൻ, മാറ്റുരയ്ക്കുന്നവൻ പടച്ച റബ്ബാണ് കേട്ടോ. റബ്ബിന്റെ അടുത്ത് ആത്മാവ് കൊണ്ടുപോയി വെച്ച് റബ്ബ് പൊറുക്കേണ്ടതൊക്കെയും പൊറുത്ത് അനുഗ്രഹിച്ച് ആ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നു. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക്, ആ ഡെഡ് ബോഡിയിലേക്ക് ആത്മാവ് തിരിച്ചു വരുന്നു. ഓ സഹോദരന്മാരെ, ഒരൊറ്റ കാര്യം കൂടി അതിൽ തീരുമോന്നറിയില്ല. ആയിഷാ റളിയല്ലാഹു അൻഹാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 വയസ്സുള്ളപ്പോൾ നിക്കാഹ് ചെയ്തിട്ട് 9 വയസ്സുള്ളപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ ദീർഘമായ 9 കൊല്ലം മുത്തുനബിന്റെ കൂടെ ജീവിച്ച ബുദ്ധിമതിയായ സ്ത്രീയല്ലേ ബീവി ആയിഷാ. കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു പഠിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള മഹദിയാണ് ബീവി ആയിഷാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതായിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ടുള്ള വലിയ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് പ്രാർത്ഥിച്ചാൽ ഇജാബത്ത് ഉറപ്പാ. ഉമറുൽ ഫാറൂഖ് പ്രാർത്ഥിപ്പിച്ചിരുന്നത് ആയിഷാ ബീവിയെ കൊണ്ട്. ഫാത്തിമ ബീവിയേക്കാൾ പ്രായം കുറഞ്ഞ മഹദിയാണ്. മുത്തുനബി വഫാത്ത് സമയത്ത് മാർവിടത്തിൽ കിടന്നുകൊണ്ടാണ് അന്ത്യശ്വാസം വലിച്ചത്. ഒരു കിട്ടിലേക്ക് കടന്നു വന്നു. മുത്തിന്ന് വന്ന പിതാക്കൾ കേറി എഴുന്നേൽക്കൾക്ക് സുന്നത്താണ്. ഉസ്താദുമാരി കേറി വരുന്ന പരിശോധിച്ച് കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു പോയി. അതാ താടി തലമുടി നരയ്ക്കുക എന്നത് മരണത്തിന്റെ ലക്ഷണമാണ്, അടയാളമാണ്, താടിരോമങ്ങളല്ല. അതുകൊണ്ട് അല്ലാഹ് മുത്തുനബി മരിക്കാൻ അടുത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിട്ട് പിരിയുമല്ലോ. ഞാനാണെങ്കിലോ 10-18 വയസ്സായിരിക്കുന്ന ഒരു പെണ്ണാണ്. ഹബീബില്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ മദീന പള്ളിയിൽ മുത്തുനബി അല്ലാത്ത ഒരു ഇമാമ് നിൽക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ജിബ്രീലിന്റെ വരവ് നിൽക്കുമല്ലോ. ഈ ഖുർആന്റെ അവതരണം അവസാനിക്കുമല്ലോ. ഉമ്മത്തിന് അമരക്കാരില്ലാത്തൊരു കാലം വരുമല്ലോ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ചിന്ത വല്ലാതെ പമ്പ കടന്നു. ചിന്തങ്ങനെ പറന്നകന്നു. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ തുള്ളി മുത്തുനബിന്റെ മുഖത്തിറ്റി വീണു. ഞെട്ടി ഉണർന്ന് മുത്തുനബി ചോദിച്ചു, ആയിഷ എന്തേ കരയുന്നത്? ലാലാ യാ റസൂലല്ലാഹ്, വേറെ ഒന്നും ചിന്തിച്ചില്ല.
ശ്രദ്ധിച്ചതല്ല. ഏതാനും സമയം തങ്ങൾ മടിത്തട്ടിൽ കിടന്നപ്പോ തങ്ങളെ താടിയും തലയും ഞാൻ ശ്രദ്ധിച്ചപ്പോ 19 രോമം നരച്ചത് ഞാൻ കണ്ടപ്പോ തങ്ങളെ മരണത്തെ കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ തങ്ങളില്ലാത്ത മദീനയെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോ ഈ പള്ളിയിൽ തങ്ങളല്ലാത്തൊരു ഇമാമ് നിൽക്കുമെന്നോർത്തപ്പോൾ ജിബ്രീലിന്റെ വരവ് നിൽക്കുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അല്ല ഈ വിശുദ്ധ ഖുർആന്റെ അവതരണം അവസാനിക്കുമെന്നോർത്തപ്പോൾ ഉമ്മത്തിന് അമരക്കാരില്ലാത്ത കാലം വരുമെന്നോർത്തപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാനങ്ങ് കരഞ്ഞുപോയി നബിയേ. ഹബീബ് പറഞ്ഞു, ആയിഷ നിനക്കൊരു സത്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ, ആത്മാവ് പടച്ച റബ്ബിന്റെ തിരുസവിധത്തിലെത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആത്മാവ് തിരിച്ചു വരുമ്പോൾ, ഓ മുസ്ലിമീങ്ങളെ, ഒരു ഉപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ചവരെ റൂമിൽ കിടത്തിയിട്ട് ശരിക്ക് കിബിലക്ക് നേരെ തിരിച്ചു കിടത്തിയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഈ ആത്മാവ് തിരിച്ചു വരുമ്പോൾ ആയിഷ, ഈ ആത്മാവ് ഏറ്റവും കൂടുതൽ വിതുമ്പുന്നത് എപ്പോഴാണെന്നറിയുമോ? ആത്മാവ് കരയുന്നത് എപ്പോഴാണെന്നറിയുമോ? അല്ലാഹുവിന്റെ തിരുസവിധത്തിലെത്തി ആത്മാവ് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷേ കാണുന്നതെന്താ? നടുറോട്ടിൽ ചതഞ്ഞരഞ്ഞ് കിടക്കുന്ന ഡെഡ് ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ മോർച്ചറിയിൽ കിടത്തിയിട്ടുള്ള ഡെഡ് ബോഡി ആയിരിക്കും, അല്ലെങ്കിലോ ഈ വസ്ത്രങ്ങളൊക്കെയും ഉരിച്ചിട്ട് വാ പൊളന്നത് മേൽപോട്ട് ശീല കൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് അതാ തുറന്നു കിടക്കുന്ന കണ്ണുകൾ ചിമ്മിപ്പിച്ചിട്ട് ഈ വസ്ത്രങ്ങൾ മുഴുവനും ഉരിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഉരിവെച്ചിട്ട് ഇതാ രണ്ട് മലർന്നു കിടക്കുന്ന പിളർന്നു പോയിരിക്കുന്ന കാലുകൾ തള്ളവിരലുകൾ പരസ്പരം ചേർത്തി വെച്ച് കെട്ടിയിട്ട് ഈ കൈപ്പത്തികൾ അതാ ശരീരത്തോട് ചേർത്തി വെച്ചിട്ട് ഈ ചേതനയറ്റ് കിടക്കുന്ന ശരീരം കാണുമ്പോൾ ഈ ആത്മാവ് വിതുമ്പുകയാ. അല്ലാ, എത്ര കാലം ഞാൻ താമസിച്ചിരുന്നൊരു കൂടാ, എവിടെയായി ശരീരത്തെ എവിടെയൊക്കെയാ ഞാൻ എത്തിച്ചിരുന്നത്, എങ്ങോട്ടൊക്കെയായി ശരീരത്തെ ഞാൻ കൊണ്ടുപോയിരുന്നത്, എന്തൊക്കെയായി ശരീരം കൊണ്ട് ഞാൻ ചെയ്യിച്ചിരുന്നത് എന്നോർത്ത് വിതുമ്പുകയാ. ആ കരച്ചിലിന് ശേഷം ഈ ആത്മാവ് ആ റൂമിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആരൊക്കെയായത് കാണാൻ വരുന്നത്? ആരൊക്കെയാണ് അലമുറയിടുന്നത്? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? മുഴുവനും കാത്തുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആത്മാവ് അവിടെ തന്നെ നിൽക്കുന്നു. ആത്മാവിനെ നമ്മൾ കുളിപ്പിക്കുന്നില്ലല്ലോ, ആത്മാവിനെ കഫം ചെയ്യുന്നില്ലല്ലോ, ആത്മാവിനെ മറവ് ചെയ്യുന്നില്ലല്ലോ. ആത്മാവ് അവിടെ നിൽക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ഈ കേൾക്കുന്നതെന്താ? ഇത് വെറും ചിത്രീകരണം, കഥയല്ല, നൂറാമലകളല്ല. ഇത് വിശ്വസിക്കുന്നെങ്കിലേ നിസ്കരിക്കേണ്ടതുള്ളൂ, ഇത് വിശ്വസിക്കുന്നെങ്കിലേ നോമ്പ് നോൽക്കേണ്ടതുള്ളൂ, ഇത് വിശ്വാസമുണ്ടെങ്കിലേ ബാക്കിയൊക്കെ ചെയ്യേണ്ടതുള്ളൂ. ഹബീബ് പഠിപ്പിക്കുകയാ. സാധാരണ സമയങ്ങൾ കഴിഞ്ഞ് ഈ മയ്യത്തൊന്ന് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോൾ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കുമല്ലോ. സർവമതങ്ങളിലും അതില്ലയോ? ഹിന്ദുക്കൾ കുളിപ്പിക്കലില്ലയോ? മറ്റു മതക്കാര് കുളിപ്പിക്കലില്ലയോ? ഈ ഡെഡ് ബോഡി അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കുമ്പോൾ, കുളിപ്പിക്കാൻ വേണ്ടി ഇട്ടെടുക്കുമ്പോൾ ഈ ആത്മാവ് മൂലയിൽ നിന്നുകൊണ്ട് കരയുകയാ. മനുഷ്യനത് കേൾക്കാൻ കഴിയില്ല, ജിന്നുകൾക്കത് കേൾക്കാൻ കഴിയില്ല, നിന്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നത്, ഈ ജന്തുക്കൾക്കത് കേൾക്കാൻ കഴിയുന്നത്, പക്ഷിപ്പറവകൾക്കത് കേൾക്കാൻ കഴിയുന്നത്, മനുഷ്യനോ ജിന്നുകളോ കേൾക്കുകയാണെങ്കിൽ ഹബീബ് പഠിപ്പിച്ചത് പഠിക്കൂല. ഹബീബ് പഠിപ്പിക്കുകയാണ്. ആയിഷ, ഈ ആത്മാവ് പറയുന്നത്, ഓ ജമാഅത്തി, എന്റെ കൂട്ടുകാരെ, എന്റെ മിത്രാദികളെ, എന്റെ ബന്ധുക്കളെ, ഈ മയ്യത്തിനോട്, ഡെഡ് ബോഡിയോട് വല്ലാത്ത സ്നേഹമുള്ള, സങ്കടമുള്ള, ദയമുള്ള, അലിവുള്ള ആളുകളല്ലാതെ ഇത് തൊട്ടുപോകല്ല, തൊട്ടുപോകല്ല.
ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ തന്നെ ഇത് കടയപ്പെട്ട പഞ്ഞി പോലെ അനുഭവിച്ചത്. വേദനിപ്പിക്കല്ല. ഇതുകൊണ്ട് സർവ്വ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, ഒരാൾക്ക് സ്വന്തം താങ്ങാൻ കഴിയുമെന്ന് കരുതി ഒരു മയ്യത്ത് ഒരാൾ ഒറ്റക്കെടുക്കരുത്. ഒരു മയ്യത്ത് സ്വന്തമായിട്ട് ഒരാൾ എടുത്തുകൊണ്ട് പോകരുത്. വളരെ മയത്തിലും വളരെ സ്നേഹത്തിലുമല്ലാതെ ഏറ്റവും കൂടി മയ്യത്തിനോട് സ്നേഹമുള്ള അലിവുള്ള ആളുകളാണത് ചെയ്യേണ്ടത്. അവരാണതെടുക്കേണ്ടത്. ഇതുകൊണ്ട് അതിന്റെ പരിവരുത്ത കൈകൊണ്ട് മയ്യത്ത് തൊട്ടു പോകരുത്. വളരെ മിനുസമുള്ള നേർത്ത ശീല കൊണ്ടല്ലാതെ, മൃദുലമായ ശീല ചുറ്റിയിട്ടല്ലാതെ മയ്യത്ത് തൊടല്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ മയ്യത്ത് തേച്ച് കഴുകരുത്. വളരെ മയത്തിലേ തൊടാകൂ. ഒരാള് വെള്ളമൊഴിച്ചോട്ടെ, ഒരാള് പതുക്കെ ശീല ചുറ്റിയ കൈ കൊണ്ട് തൊട്ടോട്ടെ, കഴുകിക്കോട്ടെ. മോനെ, ആ രൂപത്തിലേ ഈ മയ്യത്ത് തൊടാൻ പാടുള്ളൂ. അപ്പോഴും ഈ ആത്മാവ് സമീപത്ത് നിൽക്കുന്നുണ്ട്. അതാ മയ്യത്തൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നേർത്ത തുണി കൊണ്ട് നനവൊക്കെ ഒപ്പിയെടുക്കണം. ഒപ്പിയെടുത്ത് പിന്നെ അതാ കഫംപുടയിൽ പൊതിയാൻ വേണ്ടി ഈ തുണിയിൽ കിടത്തിയാൽ ഈ ശരീരത്തിൽ അവയവങ്ങളിലൊക്കെ പഞ്ഞികൾ വെക്കുമ്പോൾ, മൂക്കിൽ പഞ്ഞി വെക്കുമ്പോൾ, വായിൽ പഞ്ഞി വെക്കുമ്പോൾ, വിരലിൽ പഞ്ഞി വെക്കുമ്പോൾ, കണ്ണിൽ പഞ്ഞി വെക്കുമ്പോൾ, നിന്റെ വലഭാഗത്ത് നിന്നെടുത്ത് ഇടഭാഗത്ത് നിന്നെടുത്ത് വലത് മറിച്ച്, ടുത്ത് ഇടത് മറിച്ച്, വീണ്ടും ഇടത്തുനിന്നെടുത്ത് വലത് മറിച്ച്, വലത്തുനിന്നെടുത്ത് ഇടത് മറിച്ച്, ഈ നിലക്ക് മയ്യത്ത് കഫൻ ചെയ്ത് നിന്റെ കാലിന്റെ ഭാഗം ചീന കൊണ്ട് കെട്ടി നിന്റെ മുഖമങ്ങ് മറക്കുമ്പോൾ, ഓ മുസ്ലിമേ, ഈ ആത്മാവ് കരയുകയാണ്. ആത്മാവ് വിതുമ്പി വിതുമ്പി പറയുന്നു, മുഖം കെട്ടല്ല. വീടൊന്ന് കണ്ടോട്ടെ, ഈ മക്കളെ ഒന്ന് കണ്ടോട്ടെ, ഭാര്യയെ ഒന്ന് കണ്ടോട്ടെ, ബന്ധുക്കളെ ഒന്ന് കണ്ടോട്ടെ. മോനെ, 1 മാസമോ 2 മാസമോ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന്, അല്ലെങ്കിൽ 6 മാസം കുടുംബത്തോടൊപ്പം താമസിച്ച് വീണ്ടും നീ ഗൾഫിലേക്ക് പോകുമ്പോൾ, 2 വർഷത്തേക്ക് തിരിച്ചു വരണമെന്ന ഉദ്ദേശത്തിൽ പോകുമ്പോൾ, നീ അവസാനമായി നിന്റെ ഭാര്യയൊന്ന് നോക്കുവാൻ, നിന്റെ ഉമ്മയെ ഒന്ന് കാണാൻ, നിന്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ ഒന്ന് മൊത്തം വെക്കാൻ, അവസാനം വീണ്ടും വീണ്ടും നിറകണ്ണുകളോട് അവരോടൊന്ന് യാത്ര പറയലില്ലയോ? അവരെ ഒന്ന് കാണലില്ലയോ? അവരെ ഒന്ന് ചുംബിക്കലില്ലയോ? ഈ ആത്മാവ് പറയുന്നു, മോനെ, ഇത് അവസാനത്തെ യാത്രയാ. 1 മാസത്തേക്കല്ല, 2 കൊല്ലത്തേക്കല്ല, 10 കൊല്ലത്തേക്കല്ല, 100 കൊല്ലത്തേക്കല്ല, വരാനുള്ളതല്ല. എന്നേക്കുമായിട്ട് നിന്റെ ഉമ്മയെ ഒന്നു കാണാൻ, നിന്റെ ഭാര്യയെ ഒന്നു കാണാൻ, നിന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്നു കാണാൻ, ഈ മുഖമൊന്നു കാണാൻ ഒന്ന് അനുവദിച്ചോട്ടെ. അവരൊന്ന് കണ്ടോട്ടെ, അവരെ ഒന്ന് കണ്ടോട്ടെ. മറക്കല്ല. ആത്മാവ് വീണ്ടും കരയുന്നു. അങ്ങനെ ആത്മാവുക്കെല്ലാം കരഞ്ഞിട്ട് മുഴുഭാഗത്തും കെട്ടിയിട്ട് ആ മയ്യത്തെടുത്ത് സ്ട്രെച്ചറിൽ വെച്ചിട്ട്, സ്ട്രെച്ചറെടുത്ത് കട്ടിലിൽ വെച്ചിട്ട്, ആ കട്ടിൽ മൂടി കൊണ്ട് പൂട്ടിയിട്ട് മേൽഭാഗം അടച്ചിട്ട് ഒരു തുണി കൊണ്ടങ്ങ് പൊതിഞ്ഞിട്ട്, ഓ മുസ്ലിമേ, ശ്രദ്ധിച്ചോ, മറന്നു പോകണ്ട, ചിന്തിക്കാതിരിക്കണ്ട, അറിഞ്ഞില്ലെന്ന് പറയണ്ട. പലരെ മയ്യത്തും വീട്ടിൽ നിന്നെടുത്തപ്പോൾ അനുഗമിച്ചവരുണ്ടാകും. മയ്യത്ത് കട്ടിലിൽ വീട്ടിൽ വന്നു പോയ വീടുകൾ ഉണ്ടാകും. ഒരുപക്ഷേ നിന്റെ വീട്ടിലേക്ക് കാറ് വന്നു കൊള്ളണമെന്നില്ല, നിന്റെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ വരാൻ സൗകര്യമുണ്ടാവണമെന്നില്ല, നിന്റെ വീട്ടിലേക്ക് ഒരു ബൈക്ക് പോലും ഒരുപക്ഷേ കടക്കണമെന്നില്ല. അതേ സമയം നിന്റെ വീട്ടിൽ വരാത്ത വാഹനമില്ല. കുല്ലുബിനി ഉൻസവയിൻ താലത്ത് സലാമത്തുഹു യൗമൻ അദാലത്തിൽ ഹദ്ബഅ മഹ്മൂ
ഫയഖൂലു, ഈ മയ്യത്ത് കട്ടിൽ നിന്റെ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിലെ മയ്യത്ത് കട്ടിൽ നിന്റെ മറിയപ്പെട്ട ഉപ്പ ഉമ്മയ അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിൽ അവരെ മറവ് അതിൽ കിടത്തിയിട്ട് ഈ മയ്യത്ത് പുറപ്പെടുമ്പോൾ ഈ ആത്മാവ് അപ്പോഴും നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന ആത്മാവ് നിന്റെ കട്ടിലിന്റെ മുകളിലോ മയ്യത്തു കട്ടിലിന്റെ പുറത്തോ ആ പുറത്തേക്കെടുക്കുന്ന സമയത്ത് തലഭാഗം മുൻപിലേക്കും കാലിപ്പിന്നിലേക്കുമായിട്ട് ഈ ഡെഡ് ബോഡി പുറത്തിറക്കുമ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിക്കുന്നു, ആയിഷ, ഒരു മയ്യത്ത് വീട്ടിൽ നിറക്കുമ്പോ ഏതൊരു നിറക്കുമ്പോ പറയാതിരിക്കുകയില്ല, പറയാതൊരു മയ്യത്തും ഇറങ്ങിയിട്ടില്ല. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഉപ്പാന്റെ ജനാദ നീ പുറത്തേക്കെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉപ്പ പോയ സമയത്ത് പറയാതിരുന്നിട്ടില്ല. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോയ സമയത്ത് പറയാതിരുന്നിട്ടില്ല. ഇനി ഇന്നോ നാളെയോ തൊട്ടടുത്ത ദിവസങ്ങളിലോ നിങ്ങളെ വീട്ടിൽ ഈ വാഹനം വന്നിട്ട് ഈ വാഹനത്തിൽ കൂടി ആരെയെങ്കിലും കൊണ്ടുപോകുന്നുവെങ്കിൽ അവര് പറയാതെ പോവുകയില്ല. പറയുന്നത് ആരാ? റസൂലുള്ളാഹ്. യാ ജമാഅത്തി, ആ വീട്ടിന്റെ ഇരുമ്പിന്റെ ജനൽ ചില്ലകൾ പിടിച്ചുകൊണ്ട്, ജനലിന്റെ അഴികൾ പിടിച്ച് മുറുകെ പിടിച്ചിട്ട് കരയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പെങ്ങളെ, അല്ലെങ്കിൽ ആ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിട്ട്, അലമുറയിടുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊള്ള നോക്കിയിട്ട്, തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊള്ള നോക്കിയിട്ട്, തന്റെ പ്രിയപ്പെട്ട മക്കളെ കൊള്ള നോക്കിയിട്ട് ഈ ആത്മാവ് കട്ടിലിൻ മുകളിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, യാ ജമാഅത്തി, എന്റെ കുടുംബാംഗങ്ങളെ, കൂട്ടുകാരെ, എന്റെ സമൂഹമേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറത്നി വലാ തൽഅബ് ബികും കമാ ലഅബ ബി. ഈ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കരുത്. ഞാൻ ഈ ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും കണ്ടിട്ട് പെട്ടുപോയതാണ്. ഇത്രയും പെട്ടെന്ന് ഇത് വീട് വിട്ടിറങ്ങേണ്ടി വരുമെന്നു ഞാൻ ചിന്തിച്ചതല്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു യാത്ര പോകേണ്ടി വരുമെന്നു ഞാൻ ചിന്തിച്ചതല്ല. എനിക്ക് പെട്ടതുപോലെ നിങ്ങൾ പെട്ടുപോകരുതേ. എനിക്ക് പറ്റിയതായ അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കരുത്. എനിക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് പറയാതൊരു ഉപ്പയും ഇറങ്ങൂല, ഒരു ഉമ്മയും ഇറങ്ങിയിട്ടില്ല, ഒരു മയ്യത്തും നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഹബീബ് റസൂലുള്ളാഹ് ആ മയ്യത്ത് കട്ടിന്റെ മുകളിൽ ആത്മാവിരുന്നു കൊണ്ട് പള്ളിയിലോ എവിടെയാണോ നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയത് അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക ആളുകളും ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഈ ആത്മാവ് വീണ്ടും വിതുമ്പി കരയുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ആരാ പഠിപ്പിച്ചത്? ബഹുമാനപ്പെട്ട മുത്തുനബി. ഒരിക്കൽ പോലും ലോകത്ത് കളവ് പറയാത്ത മുത്തുനബി, ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് പഠിപ്പിച്ച മുത്തുനബി, സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മുത്തുനബി, ആഖിറമുണ്ടെന്ന് പഠിപ്പിച്ച മുത്തുനബി പറയുന്നു. ഈ ആത്മാവ് പറയുകയാ, ഓ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ജീവിച്ചിരിക്കുന്നവര് മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം. എത്ര പ്രിയപ്പെട്ട ഉപ്പയാണെങ്കിലും മരിച്ചാൽ മക്കൾ മറക്കുമെന്ന് എനിക്കറിയാം. എത്ര പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിലും മരിച്ചാൽ ഭർത്താവ് മറക്കുമെന്ന് എനിക്കറിയാം. എത്ര പ്രിയപ്പെട്ട ഭർത്താവാണെങ്കിലും ദിവസങ്ങൾ കഴിയുമ്പോൾ ഭാര്യ മറന്നു പോകുമെന്ന് എനിക്കറിയാം. എത്ര പ്രിയപ്പെട്ട കൂട്ടുകാരാണെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞാൽ മറക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ മറക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്റെ വീടൊന്നു കാണാൻ, എനിക്ക് തയ്യാറാക്കപ്പെട്ട ഭവനമൊന്നു കാണാൻ, എന്റെ
കൂട്ടുകാർക്ക് സമയം കിട്ടിയില്ലല്ലോ, എന്റെ ബന്ധുക്കൾക്ക് സമയം കിട്ടിയില്ലല്ലോ. എന്റെ കല്യാണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് വന്നിട്ട് എന്റെ മണിയറ ഒരുക്കി തന്ന കൂട്ടുകാർ, കല്യാണത്തിന്റെ തലേ ദിവസം വന്ന് മണിയറയിലെ സൗകര്യങ്ങൾ വിലയിരുത്തിയ കൂട്ടുകാർ, കല്യാണം കഴിഞ്ഞ് ദിവസം കഴിയുമ്പോഴേക്കും ഭാര്യ എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട മകളുടെ വീടും സൗകര്യങ്ങളും വിലയിരുത്താൻ വന്ന ഭാര്യന്റെ കുടുംബക്കാര്, ഇവരൊക്കെ എന്റെ വീടും സൗകര്യങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. എന്റെ വീട് ഉദ്ഘാടനത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് വന്നുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പോരായ്മകൾ മുഴുവനും എനിക്ക് ഉണർത്തി തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്റെ വീടൊന്നു കാണാൻ, എന്റെ വീട്ടിന്റെ അരികിലൊന്ന് വരാൻ, എന്നെ ഇറക്കി കിടത്തുന്നതൊന്നു അതാ മൊബൈൽ ഇടക്കിടക്ക് കാണേണ്ടത്. ഇനി അത് കാണാൻ കഴിയില്ല, ഇനി ആ രംഗം കാണാൻ കഴിയില്ല. അങ്ങനെ ആഴനീളമുള്ള ഒരാൾ കബറിലേക്ക് കുരിഞ്ഞിട്ടി പകർത്തേണ്ടതില്ലേ, ഭാര്യക്ക് കാണിക്കേണ്ടതില്ലേ, നൊന്ത് പ്രസവിച്ച ഉമ്മ കാണേണ്ടതില്ലേ, അമർത്തിയങ്ങി വെച്ചിട്ട് മറ്റൊരു സമയത്ത് പറയാം. നമ്മുടെ കാക്കിബത്ത് രാത്രി സമയം കഴിഞ്ഞു പോയി, അല്പം വൈകിപ്പോയി. ഇങ്ങനെ വിഷയം പറഞ്ഞ് മൊബൈലിൽ എത്തിക്കാൻ വേണ്ടി